ാണ് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. ആരൊക്കെയാണ് മത്സര രംഗത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ അതിലേറ്റവും പ്രധാനം കണ്ണൂരിൽ ആരായിരിക്കും, കോന്നിയിൽ ആരായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഇതിനിടെയാണ് കെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. അതിന് കാരണവും ഇതാണ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരത്തിനില്ല, അദ്ദേഹത്തിന്റെ പേര് പട്ടികയിലില്ല. അതുകൊണ്ടാണ് സുധാകരൻ ഇത്രയും ഒരു കടുത്ത സമ്മർദ്ദം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ അവസാന നിമിഷം ചെലുത്താൻ പോകുന്നത്. സ്വതന്ത്രനായി മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് അദ്ദേഹം വരികയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കാണും ഡൽഹിയിൽ വെച്ച് എന്നുമുണ്ട്. 10:30 വിമാനത്തിൽ അദ്ദേഹം കേരളത്തിലേക്ക് തിരികെ വരികയാണ്. ഇന്ന് രാത്രി സുധാകരൻ ഡൽഹിയിൽ തുടരും എന്ന കാര്യമായിരുന്നു നേരത്തെ പുറത്തു വന്നതെങ്കിൽ അദ്ദേഹം അസംതൃപ്തിയിലാണ്, കേരളത്തിലേക്ക് മടങ്ങുവാനുള്ള തീരുമാനത്തിലാണ്. കണ്ണൂരും കോന്നിയും മാത്രമല്ല മറ്റ് പല സീറ്റുകളിലും ഇപ്പോഴും തർക്കം തുടരുകയാണ്. പട്ടിക പുറത്തു വന്നാൽ ഈ തർക്കം മുറുകുമോ അതോ അയയുമോ എന്നുള്ള ചോദ്യം കൂടി ബാക്കി കിടക്കുകയാണ്. കൊച്ചി സീറ്റിൽ തർക്കമുണ്ട്. നോമിനേഷൻ പേപ്പർ നൽകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്ന് ദീപ്തി മേരി വർഗീസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ തർക്കമാണ്. ഇന്നലെ തീരുമാനിച്ചതാണ് ജോസഫ് വാഴക്കിനായിരിക്കും ഏറ്റുമാനൂരിലെന്ന്. എന്നാൽ അദ്ദേഹത്തിന് സീറ്റില്ല. സ്വതന്ത്രരായി മത്സരിക്കുവാനും താൻ തയ്യാറാണ്, അത് മൂവാറ്റുപുഴയിലായിരിക്കും എന്ന തീരുമാനത്തിലേക്ക് ജോസഫ് വാഴക്കിനും പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അലൂഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കുമെന്നുള്ള സമ്മർദ്ദ തന്ത്രം പയറ്റി നോക്കി. പക്ഷേ ഒടുവിൽ ആ രാജി തീരുമാനത്തിൽ നിന്ന് അലൂഷ്യസ് സേവ്യർ പിന്മാറി. പക്ഷേ പൂഞ്ഞാറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കലഹമുണ്ട് വെളിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ള കാര്യമാണ്. പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുവാനും ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്കായി അവിടെ പ്രകടനം പോലും നടക്കുകയുണ്ടായി. എന്നാൽ എല്ലാ കണ്ണുകളും പോകുന്നത് കെ സുധാകരനിലേക്കാണ്. എന്താണ് കെ സുധാകരൻ എടുക്കാൻ പോകുന്ന തീരുമാനം? സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്ന തീരുമാനത്തിൽ അദ്ദേഹം മാറ്റം വരുത്തുമോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കിരൺ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വിവരം അനുസരിച്ച് മത്സര രംഗത്തുണ്ടാകും എന്നുള്ള സന്ദേശം ഹൈക്കമാൻഡിന് സുധാകരൻ നൽകി കഴിഞ്ഞിരിക്കുകയല്ലേ? അതുതന്നെയാണ് മഞ്ജുഷ. ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 12 മണിയോടുകൂടിയാണ്. ഇതിനിടയിലാണ് രണ്ട് സുപ്രധാനമായ ഇടപെടലുകൾ നടക്കുന്നത്. ഒന്ന്, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണ്. രമേശ് ചെന്നിത്തല കെ സുധാകരനെ വിളിക്കുന്നു, ഒപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ബന്ധപ്പെടുന്നു. സുധാകരന്റെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടാവണം. സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വാശിയെടുക്കേണ്ടതില്ല. സുധാകരന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിനും UDF-നും അത് ദോഷകരമാകും എന്നത് ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് സുധാകരനോട് 12 മണിക്കത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. AK ആന്റണി, കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ഹൈക്കമാൻഡിനോട് നിർദ്ദേശങ്ങളടക്കം വെക്കാൻ കഴിവുള്ള നേതാവ്, അദ്ദേഹവും ഈ സമയത്ത് പരസ്യമായ ഒരു പ്രസ്താവന വെക്കുന്നു. അത് സുധാകരനെ തണുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. മറ്റാരെങ്കിലും നേതാക്കൾ പറയുന്നതിനേക്കാൾ ആന്റണിയെ പോലെ ഒരു നേതാവ് വന്ന് പരസ്യമായി പറയുമ്പോൾ സുധാകരൻ പാർട്ടിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് സുധാകരൻ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. എന്ന് മാത്രമല്ല, സുധാകരൻ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ AK ആന്റണി അടക്കം ഇടപെട്ടിട്ടും സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ചു പോയി എന്നുള്ള ഒരു നറേഷൻ പിന്നീട് വരാനുള്ള സാധ്യത, ഇതെല്ലാം വളരെ കൃത്യമായി മുൻകൂട്ടി കണ്ടു തന്നെയാണ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് കൂടിയാണ് അത്തരമൊരു ഇടപെടൽ എന്ന് വേണം നമുക്കിപ്പോൾ വ്യാഖ്യാനിക്കാൻ. എന്തായാലും ആ ഇടപെടലിന് ഫലം കണ്ടു. 12 മണിക്കത്തെ വാർത്താ സമ്മേളനം സുധാകരൻ ഒഴിവാക്കി. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് മറിച്ചൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടായതായി ഇതുവരെയും അറിയിപ്പ് വന്നിട്ടില്ല. ഇന്നലെ തന്നെ രാത്രി വൈകിയോളം ചർച്ച നീണ്ടുപോയിരുന്നു. വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയതാണ്, ഒരു കാരണവശാലും MP-മാർ മത്സരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ പിന്നീട് മത്സരിക്കാൻ ആഗ്രഹിച്ച അടൂർ പ്രകാശാണ്. ആറ്റിങ്ങൽ പോലെ ഒരു മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയിക്കാൻ കഴിയും എന്നതിൽ കാര്യമായ ഉറപ്പൊന്നുമില്ല. കടുത്ത മത്സരം നേരിടുന്ന 2 മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ രണ്ടിടത്തും CPM-ന് വലിയ ശക്തിയുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെ നഷ്ടപ്പെട്ടു പോയാൽ നിലവിലെ അവസ്ഥയിൽ ദേശീയ തലത്തിൽ പാർലമെന്റിൽ അംഗങ്ങളുടെ എണ്ണം ഉറപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഉള്ളതെങ്കിലും നിലനിർത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തവണ ഒരു ഭരണം പ്രതീക്ഷിക്കുന്ന, കേന്ദ്രത്തിൽ ഭരണം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ വീണ്ടും പാർട്ടിയെ സമ്മർദ്ദപ്പെടുത്തി അവസാനം വെല്ലുവിളിയുടെ സ്വരത്തിലേക്ക് താൻ ബദലായി മത്സരിക്കും, വേറെ ആളുകളെ മത്സരിപ്പിക്കും എന്നൊക്കെ വന്നപ്പോഴാണ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ആരുടെയും വെല്ലുവിളി സ്വീകരിക്കേണ്ടതില്ല, തീരുമാനം അന്തിമമാണ് എന്ന് പറഞ്ഞു. അത് കെ സുധാകരനെയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെയും അറിയിക്കുന്നു. അടൂർ പ്രകാശ് ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇടുന്നു. താൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അതിന് പാർട്ടിക്കൊപ്പം നിൽക്കും, പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി താൻ സജീവമായ രംഗത്തുണ്ടാവുമെന്നെല്ലാം അദ്ദേഹം അറിയിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനം വിളിക്കുന്നതും പാർട്ടിയെ വെല്ലുവിളിക്കാൻ
വെല്ലുവിളിക്കുന്ന നിലപാടിലേക്ക് പോകുന്നതും ഇതേ തുടർന്ന് തീരുമാനം മാറ്റുന്നു എന്നുള്ള സൂചനകൾ വരുന്നത്. സ്വാഭാവികമായും അടൂർ പ്രകാശും പാർട്ടി തീരുമാനം, നേതാക്കളുടെ തീരുമാനം അംഗീകരിച്ച് തന്നെ പരിഗണിക്കാതെ നേതാക്കളെ വെല്ലുവിളിച്ച കെ സുധാകരനെ മാത്രം പരിഗണിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ താൻ മറിച്ചു തീരുമാനമെടുക്കുമെന്നുള്ളൊരു സന്ദേശം അദ്ദേഹം കൊടുക്കുന്നു. അദ്ദേഹം ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. ഇതേ തുടർന്ന് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളം മാത്രമല്ല, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അസമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തന്നെയാണ്. ഇവിടെയെല്ലാം ഇത് സമാനമായ രീതിയിലെയും അല്ലാത്തതുമായ തർക്കങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവർ തീരുമാനം കേരളത്തിന് എടുക്കുന്നില്ല, അവർ തീരുമാനം വഹിക്കുന്നു. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് പലപ്പോഴും ഒരു നിലപാട് കൂടിയാണ്. തർക്കമുണ്ടായ ഒരു ഘട്ടത്തിലെത്തി ഡെഡ് ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ തീരുമാനം അനന്തമായി വഹിക്കും. ഏറ്റവും അവസാനം അവർ കെ സുധാകരൻ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഈ ഇത്രയും ദിവസങ്ങൾ ഈ ചർച്ച നീണ്ടത് തന്നെ കണ്ണൂരിൽ മത്സരിക്കണം എന്ന് കെ സുധാകരൻ വാശി പിടിച്ചതുകൊണ്ടാണ്. ഇന്ന് രാവിലെ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷേ AK ആന്റണി ഇടപെട്ട് ആ വാർത്താ സമ്മേളനം മാറ്റിവെപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോൾ കെ സുധാകരൻ സീറ്റ് കിട്ടിയേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് ഇന്നലത്തെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കെ സുധാകരന് സീറ്റില്ല, MP മാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്. സ്വതന്ത്രനായിട്ട് കണ്ണൂരിൽ മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാണ് കെ സുധാകരൻ. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജയസാഖിൽ, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ഡോക്ടർ ജി ഗോപകുമാർ, സുവർണാവസരം നഷ്ടപ്പെടുത്തുമോ കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ? ഓരോ ദിവസം വൈകുന്തോറും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ കൂടുന്നത് നല്ലൊരു പ്രവണതയല്ല കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിക്കുകയും വേണം. ഇതിനകത്ത് കീറാമുട്ടിയായിട്ട് തോന്നുന്നത് സുധാകരൻ്റെ കാര്യം മാത്രമാണ്. അത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് നടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു നയം എന്നുള്ള നിലയിൽ MP മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്താ ചോയ്സ് ഉള്ളത്? ഒരു പാർട്ടിയിലെ MP സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു പൊസിഷനാണ്. ഈ രാജ്യത്ത് കിട്ടാവുന്ന നല്ലൊരു പൊസിഷനാണ്. 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങൾ കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല രാജ്യത്തിലെ 542 പേരിൽ ഒരാളെന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക വിലയുണ്ട്. അതൊന്നും അല്ല എനിക്ക് നാട്ടിലെ മന്ത്രിയാവണം, നാട്ടിലെ MLA ആവണം, എങ്കിൽ പിന്നെ പാർലമെൻറ്റിൽ നിൽക്കരുതായിരുന്നു. വാസ്തവത്തിൽ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് മഞ്ജുഷ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ കുറയ്ക്കും. ഒരു വലിയ ഇനി കഷ്ടിച്ച് 20 ദിവസമേ ഉള്ളൂ. ഈ സമയത്താണ് ഒരു തരംഗമുണ്ടെങ്കിൽ അത് ദൃശ്യമാകേണ്ടത്, അതല്ലെങ്കിൽ ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആത്മവീര്യമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു കഴിഞ്ഞാൽ അത് UDFൻ്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കും, സംശയമൊന്നുമില്ല. അങ്ങനെ പോകരുത്. എത്രയും വേഗം ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ്. എല്ലാ പാർട്ടികളും തീരുമാനിക്കണം. മറ്റു പലയിടത്തും ചില പടലപ്പിണക്കങ്ങളൊക്കെ കണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ കുറച്ച് താന്നു വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ ഒരാൾ സുധാകരൻ മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ വാഴയ്ക്കൻ്റെ കാര്യം പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർക്കൊക്കെ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളവരല്ലേ. അത് പലയിടത്തും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. അതിൽ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു കഴിഞ്ഞു താൻ നോമിനേഷൻ പേപ്പർ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, പൂരിപ്പിച്ചു കഴിഞ്ഞു എന്ന്. അവിടെ പക്ഷേ ഷിയാസിനാണ് സീറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൊച്ചിയിൽ. അപ്പോൾ അവിടെ അത് പ്രശ്നമാകും. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട അണികൾ എന്ന് പറയുന്ന കുറേ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടി തന്നെയാണ്. ഞാൻ മത്സരിക്കണമെന്നാണ് ഇവിടെ അണികൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൽദോസ് കുന്നപ്പിള്ളിൽ. പിന്നെ ജോസഫ് വാഴയ്ക്കൻ്റെ കാര്യം, വാഴയ്ക്കൻ ഏറ്റുമാനൂർ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്നലെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിലേക്ക്, ഇന്നലെ കാഞ്ഞിരപ്പള്ളിയിൽ പരിഗണിച്ചു, ഇന്ന് ഏറ്റുമാനൂരിലേക്ക് പരിഗണിക്കുന്നു. അപ്പോൾ വാഴയ്ക്കന് സീറ്റില്ല. കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ റോണി കെ ബേബിയുടെ പേരാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഴയ്ക്കൻ പ്രതിഷേധത്തിലാകുന്നു. പട്ടിക വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൂഞ്ഞാറിൽ പ്രശ്നമുണ്ട്. അവിടെ പേയ്മെൻറ്റ് സീറ്റാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും പ്രശ്നം വരും. ഇത് കോൺഗ്രസിന് നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഈ വഴക്കിനെ? കേൾക്കുന്നില്ല? കേൾക്കാം. കോൺഗ്രസിലെ ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഈ പടലപ്പിണക്കങ്ങളും ഈ കുതികാൽ വെട്ടലും കാലുവാരലും ഈ രീതി വിലപേശലുകളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കർണാരം വരെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അന്ന്
ആ പഴയ കാലത്ത് ഒരു വശത്ത് കരുണാകരനും ആന്റണിയും ഇങ്ങനെയുള്ള അതിശക്തമായ ഗ്രൂപ്പുകളായിരുന്നു. അതിശക്തരായ നേതാക്കന്മാരുടെ, വളരെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ജനസ്വാധീനമുള്ള വലിയ നേതാക്കന്മാരുടെ ആ ഒരു കളിയായിരുന്നു നടന്നിരുന്നത്. സത്യത്തിൽ ആ കാലത്തുള്ള ആ കളികൾ, ആ ഗ്രൂപ്പ് കളികൾ ഗോപകുമാർ സാറിനൊക്കെ നന്നായിട്ട് അറിയാം. ആ കളികളൊക്കെ ആത്യന്തികമായിട്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അവരുടെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഈ ഗ്രൂപ്പ് കളിയാണ്, ഗ്രൂപ്പ് മത്സരങ്ങളാണ്. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. കാര്യം ഇവർക്കൊക്കെയുള്ള ജനസ്വാധീനം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കരുത്തനായ ഒരു നേതാവ് എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്കില്ല, യാതൊന്നും ഇവർക്കില്ല. അതുമല്ല, ഇത് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ സോഷ്യൽ മീഡിയ വിപ്ലവത്തിന്റെ കാലത്താണ് ഇത് നടക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ കുട്ടിയും ഇത് ചർച്ച ചെയ്യുകയാണ്. പണ്ടതല്ല അവസ്ഥ. പത്രം വായിക്കുന്നവർ മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇമേജ് ആയിരുന്നു. അധികം മീഡിയകളില്ല, ആകാശവാണിയും ദൂരദർശനും മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്, കോൺഗ്രസിനെ നല്ല ഒരു പ്രസ്ഥാനത്തിനും അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ ആ ലെവല് വിട്ടുപോയി. ശരിയാ, അതിനോട് അടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായ തർക്കങ്ങൾ എന്നതിനേക്കാളൊക്കെ ഇതപ്പുറത്ത് പോയി കഴിഞ്ഞു. അവിടെയാണ് അത് മാത്രമല്ല, ഇനിയിപ്പോ ഇതെങ്ങനെങ്കിലും ഒന്ന് പരിഹരിച്ചാൽ തന്നെ ഈ ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് നടത്താനുള്ള സമയവുമില്ല. കാര്യം ഇനിയും വേണം. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഗോപകുമാർ സാർ എക്സാക്ട്ലി പറഞ്ഞ പോലെ ഒരു തരംഗം രൂപപ്പെട്ടു വരേണ്ട സമയമായത്. ഒരു തരംഗം ഉണ്ടെങ്കിൽ, ആ തരംഗം രൂപപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള, ആ വിഷയത്തിന്റെ മേളിലുള്ള വളരെ വലിയ ചർച്ചകൾ സമൂഹത്തിൽ നടക്കണം. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുടെ ഒടുവിലാണ് ഒരു തരംഗം രൂപപ്പെടുന്നത്. അതിനുള്ള സമയവുമില്ല. ഈ തിങ്കളാഴ്ചയാണ് ഇത് നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല, ഇനി ഗോപകുമാർ സാറ് സീനിയേഴ്സ് പറയട്ടെ, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കേണ്ട ഒരവസ്ഥ ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മയിൽ. ശരിയാണ്. നേരത്തെ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ ഇതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ പോയിരുന്നു. ഡൽഹിയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇത്തവണ സമയമില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടിയേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാൻ. റംസാന്റെ ഒരു ദിവസത്തെ അവധി വരും, ഞായറാഴ്ചത്തെ ഒരു അവധി വരും, പിന്നെ ശനിയും തിങ്കളും മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. അതങ്ങനെ ഒരു വശത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനിയും ഇതിൻ്റെ അകത്ത് അതായത് ഇത് കോൺഗ്രസിന്, ഒരു പ്രസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. അവിടെയാണ് ഇനി മറ്റൊരു കാര്യം. ഇവിടെ ഒരു കാര്യത്തില് നമുക്ക് കോൺഗ്രസിനെ, അവരുടെ നേതൃത്വത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറൊരു ഫാക്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാർട്ടി തീരുമാനത്തിൽ MP-മാർ മത്സരിക്കണ്ട എന്ന പാർട്ടി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എത്ര വലിയ നേതാവ് വന്നാലും ശരി എന്നുള്ളത്. അത് ഒരു വശത്ത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്. ഇത്ര കടുത്ത തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയും ഇനി അനുനയം വേണ്ട എന്ന നിലപാടിലാണ്. K സുധാകരനുമായി ഇനി സീറ്റിന്റെ കാര്യത്തിൽ ഒരു അനുനയം വേണ്ട എന്നുള്ള കാര്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സുധാകരനും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നേക്കാം. അല്ല, അതിനുള്ള കരുത്ത് മഞ്ജുഷേ, അതിനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇത് വളരെ നേരത്തെ, ഇനിയിപ്പോ ഗോപകുമാർ സാർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എനിക്ക് കേട്ടപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ചിരിയെടുത്ത്. സാർ എന്താണ് പറഞ്ഞത്? അതായത് ഒരു MP എന്ന് പറഞ്ഞ 7 മണ്ഡലങ്ങളെ ഇതാക്കുന്ന എത്രയോ വലിയ സ്ഥാനമാണ്. സാറ് സാങ്കേതികമായി പറഞ്ഞത് ശരിയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പൊ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന പട്ടി വില പോലും ഇല്ല സാർ. അതാണ് അതിന്റെ അവസ്ഥ. യാതൊരു കാര്യമില്ല. അവിടെ ചെന്ന് പാർലമെന്റിൽ ചെന്നിരുന്ന് കൂക്കി വിളിക്കാനും ഇറങ്ങിപ്പോരാനും തലകുത്തി മറിയാനും അല്ലാതെ വേറെ എന്താണ് ഇവരുടെ ജോലി? ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കോൺഗ്രസ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP-മാരെന്ന് പറഞ്ഞാൽ നിസ്സഹായരാണ് അവര്.
അവർക്കൊന്നും അതുകൊണ്ട് ചെയ്യാൻ തന്നെയാണ് പറ്റില്ല. എം പിമാർക്ക് കൂട്ടത്തോടെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം വന്നത്. കാരണം അതിപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പുലിവാലായി മാറിയിരിക്കുകയാണ്. ആദ്യം ഇത്രയും നേതാക്കളല്ലായിരുന്നു, ഒരു 5-6 നേതാക്കളെങ്കിലും എം പിമാരെങ്കിലും മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവരാണ്. നടക്കില്ല എന്നറിഞ്ഞതോടുകൂടി പതിയെ പിന്മാറി. അവസാനം കെ സുധാകരനും അടൂർ പ്രകാശുമാണ് മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നത്. രസകരമെന്ന് പറയുന്നത്, രാവിലെ അടൂർ പ്രകാശ് കോന്നിയിൽ ആരും വന്നാലും വിജയിപ്പിക്കാൻ താൻ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു. അതായത് താൻ മത്സരത്തിന് ഇല്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനിടയ്ക്കാണ് കെ സുധാകരന് സീറ്റുണ്ട് എന്ന രീതിയിലുള്ള വാർത്ത വരികയും അടൂർ പ്രകാശ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തത്. ഇങ്ങനെ രസകരമായ കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് JS അഖിൽ കൂടി ഇപ്പോൾ ചേരുകയാണ്. അഖിൽ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വ്യക്തമായ സന്ദേശം UDF കിട്ടിയിട്ടുള്ളതാണ്. അവിടെ കോൺഗ്രസ് ഇങ്ങനെ കുട്ടികൾ നടത്തുന്നത് എന്തിനാണ്? മഞ്ജുഷേ, അതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എക്കാലവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അതിനകത്തുള്ള ഒരു 10 വർഷക്കാലമായി സംഘടനാപരമായി അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ, പടലപ്പടക്കങ്ങളെല്ലാം തന്നെ പുകഞ്ഞ് കണ്ണൂർ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ പുറകെ പോകുന്നത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പോയിട്ടില്ല അഖിൽ, അങ്ങനെ അല്ലല്ല, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിൽ വലിയ കലഹമാണ് നടക്കുന്നത്. അതെ, അതാണ് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. നമുക്ക് ആ വിഷയം നമ്മൾ ഇതുവരെ വിട്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യണം. അല്ല, നമ്മൾ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ആ ജില്ലയിൽ ആ സംഘടനാ സംവിധാനം വളർത്തിയെടുത്ത നേതാക്കന്മാർ, അവരെല്ലാവരും തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് അവർ പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ആ കണ്ണൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ആളുകൾ MLA സ്ഥാനം പോലും രാജിവെക്കാതെ നേരെ പോയി BJPയിൽ മെമ്പർഷിപ്പ് എടുത്തും അവർ മത്സരിക്കുകയാണ്. അവർക്ക് BJPയിലേക്ക് പോകാൻ യാതൊരു വിധമായ ഐത്തവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മളെ ചർച്ച നിങ്ങളുടെ നേതാവ് കെ സുധാകരൻ ഇതെന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ല, ഞാൻ മഞ്ജുഷേ, നിങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം കോൺഗ്രസ് പാർട്ടിയോട് പ്രകടിപ്പിക്കുന്നതിന് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുന്നത് എന്താ തെറ്റ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് നിങ്ങൾ ഈ CPM-നകത്തുള്ള നേതാക്കന്മാർ എടുക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. CPM-നകത്ത് സിറ്റിംഗ് MLA പോയി BJPയിൽ മത്സരിക്കാൻ പോവുകയാണ്, 2020 ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു സിസ്റ്റമോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അസ്വസ്ഥതയുള്ള ആളുകൾ BJPയുടെ ഭാഗമായി മാറുന്നതൊന്നും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ കോൺഗ്രസിലെ ഈ ആഭ്യന്തര കലഹം ജനങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടക്കാതിരിക്കുന്നതിന് വേണ്ടി ആയി പോകരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ വളരെ വ്യക്തമായി, അത്തരം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ BJPക്കകത്തുള്ള പടലപ്പടക്കങ്ങൾ പുറത്തുവിടൂ. ഞാൻ മഞ്ജുഷിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാനാണ് ഇരിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJPക്കകത്തുള്ള പടലപ്പടക്കങ്ങൾ നിങ്ങൾ വാർത്തയാക്കി ഇന്നത്തെ സ്ക്രീൻ ടൈം, ഞാൻ ഇന്ന് രാവിലെ മുതൽ ചാനലുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. രാവിലെ മുതലുള്ള സ്ക്രീൻ ടൈം, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സുധാകരൻ എങ്ങോട്ട് പോകും, സുധാകരൻ BJPയിലേക്കോ, സുധാകരൻ CPM-ലേക്കോ, സുധാകരൻ സ്വതന്ത്രനായിട്ടോ, സുധാകരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സുധാകരൻ കുളിക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. നിങ്ങൾക്ക് ഒരു മ്ലേച്ഛ തോന്നുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കുക തന്നെ. അത് ആഗ്രഹമുണ്ട്, അത് ഹൈക്കമാൻഡാണ് പരിശോധിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ KPCCയുടെ നേതൃത്വത്തിലുള്ള ആർക്കും തന്നെ അദ്ദേഹത്തിന്റെ മത്സര രംഗത്തേക്ക് ഇറക്കി വിടാനോ അദ്ദേഹത്തിന്റെ മത്സര തീരുമാനത്തെ അത് തടയാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയാനോ KPCC തലത്തിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ അവകാശമില്ല. അപ്പോൾ വളരെ വ്യക്തമായി പറയും, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡാണ്. ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഉണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ദേശീയ അധ്യക്ഷൻ ഞങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ACCയുടെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഇവിടുത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്. അദ്ദേഹത്തിന്റെ മത്സര താല്പര്യം അല്ലെങ്കിൽ മത്സര രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് AICC. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് ഞാൻ സിമ്പിളായിട്ട് ഈ സിമ്പിൾ കാര്യത്തിലേക്ക് കിടക്കുക. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മത്സര ആഗ്രഹമുണ്ടെന്നും അത് ആഗ്രഹം AICC നേതൃത്വത്തിനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് AICC നേതൃത്വം തീരുമാനമെടുക്കാനുള്ള സാവകാശം കൊടുക്കണ്ടേ? നിങ്ങൾ രാവിലെ മുതൽ എന്തിനാ അതിന്റെ ശരി. ഡോക്ടർ ജി ഗോപകുമാർ, അഖിൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ വെറുതെ മാധ്യമങ്ങൾ സുധാകരന്റെ പുറകെ പോവുകയാണ് എന്ന്, പക്ഷേ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഡോക്ടർ ജി ഗോപകുമാർ.
നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ മാധ്യമ ലോകത്തിലെ പ്രസൻറ്റേഷനും ചർച്ചയും നോക്കിയാൽ വാസ്തവത്തിൽ മാധ്യമലോകം കൂടുതലും അറ്റാക്ക് ചെയ്ത് ലെഫ്റ്റിനെ ആയിരുന്നു. പ്രത്യേകിച്ച് സുധാകരൻ്റെ പ്രശ്നം വന്നു, അത് കഴിഞ്ഞ് ടി കെ ഗോവിന്ദൻ്റെ പ്രശ്നം വന്നു. നല്ല രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ബാക്കി പാർട്ടികളിലുള്ള പടലപ്പിണക്കം ഉൾപ്പെടെ എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഈ ഷോ സ്റ്റീൽ ചെയ്യുന്ന രീതിയിൽ, ഇതിൻ്റെ മുഴുവൻ കൈയടക്കുന്ന രീതിയിൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും മറ്റു ചില ആൾക്കാരുടെ, ഏറ്റവും കൂടുതൽ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഇത് അതായത് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാനൊരു വേദിയുണ്ട്, പറഞ്ഞിട്ടേക്ക് പോരണം എന്നല്ലാതെ, ഇല്ലെങ്കിൽ നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കണം. അതല്ലാതെ അവിടെ തങ്ങി നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോഴാണ് ന്യൂസ് വാല്യൂ കൂടുന്നത്. നാളെ അദ്ദേഹം BJP പോകുമോ? ന്യൂസ് വാല്യൂയാണ്. അതേ പഴയൊരു ബൈറ്റുണ്ട്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJP പോകും. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളെക്കുറിച്ച് മാധ്യമ ലോകത്ത് നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കാത്തു നിൽക്കും, ഇദ്ദേഹം BJPയിലേക്ക് പോകുന്നോ ഇല്ലയോ എന്ന്. അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ്റെ ചുമതലയാണോ ഇത്? ഇത്ര പ്രായമായല്ലോ, ഈ ഒരേ സമയം MP സ്ഥാനവും അത് കഴിഞ്ഞിട്ട് MLA സ്ഥാനവും കൈവശം വയ്ക്കണമെന്ന്, ഇല്ലെങ്കിൽ അതിലേക്ക് താല്പര്യം കാണിക്കണമെന്ന് ഇതിനൊരു പരിമിതിയില്ലേ? ആൾക്കാരിത് കണ്ട് ചിരിക്കുകയല്ലേ ചെയ്യുന്നത്? കോൺഗ്രസ്സിന് വന്നിരിക്കുന്ന സുവർണാവസരം അനുദിനം നഷ്ടപ്പെടുത്തുന്നതല്ലേ ചെയ്യുന്നത്? ഇത് വാസ്തവത്തിൽ ഇടതുപക്ഷം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു 8ഓളം നേതാക്കന്മാർ അവരിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്ന്, CPM നിന്നും CPI നിന്നും മറ്റ് പാർട്ടികളിലേക്ക് പോവുകയും റിബലായിട്ട് മത്സരിക്കുകയും ചെയ്ത് വിസ്മയമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി നിൽക്കുമ്പോഴാണ് ഓവർ കോൺഫിഡൻസ് വരുന്ന രീതിയിൽ ചില നേതാക്കന്മാർ പറയുന്നത്. വാസ്തവത്തിൽ ഞാനിക്കാര്യത്തിൽ ഹൈക്കമാൻഡിനെയും വിമർശിക്കേണ്ടി വരും. കാരണം അവർ ആ തീരുമാനം എടുത്തിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം തീരുമാനിക്കാൻ വിട്ടുകൊടുക്കണം. എത്രയെന്ന് പറഞ്ഞെങ്കിൽ പോകും. ഇന്ന് രാവിലത്തെ കാര്യം, അദ്ദേഹത്തിന് സീറ്റുണ്ടെന്ന് പറഞ്ഞു. 12 മണിയായപ്പം പറയുന്നില്ല, AK ആൻ്റണി വാക്ക് കൊടുത്തു സീറ്റ് കൊടുക്കുക, അതുകൊണ്ട് പ്രശ്നം തീർത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടൂർ പ്രകാശ് ഇതൊക്കെ ഫേസ്ബുക്ക് പിൻവലിക്കും. ഇതൊക്കെ ഇലക്ഷന് ഇനി 20 ദിവസമേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുന്ന അവസാന ദിവസങ്ങളിലാണ് തീരുമാനങ്ങൾ വരുന്നത്. ബാക്കി എല്ലാവരും ഫിക്സഡായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചെറിയ വിഭാഗം ഫ്ലോട്ടിംഗ് വോട്ട്സ് ഉണ്ട്. അവർ നോക്കുന്നത് ഈ അവസാന ദിവസങ്ങളിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയില്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ ഈ അവസരം കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിയാൽ, കാരണം ജനങ്ങൾ നോക്കുന്നത് എന്താണ്? ഇത് കഴിഞ്ഞ് ഇവർ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം തൊട്ട് ഇതല്ലേ ചാനൽ ചർച്ചകൾ വീണ്ടും വരുന്നത്, ഗ്രൂപ്പ് വഴക്കും ബാക്കി കാര്യങ്ങളൊക്കെ. പണ്ടത്തെ കാലത്ത് മാധ്യമങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ല, അതെല്ലാം നമുക്ക് നന്നായിട്ടറിയാം. അന്നത്തെ നേതാക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ അറ്റം വരെ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി ഒരാൾ മറ്റൊരു പാർട്ടിയിൽ ചേരുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ 60 കൊല്ലം പാർട്ടിയെ പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യത്തിന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശരി, കെ സുധാകരൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് പോവില്ല എന്നിപ്പോൾ കരുതാം. അദ്ദേഹം അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയില്ല എന്ന്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ പറഞ്ഞ എല്ലാവരും 3 പേരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭരണമാറ്റത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കോൺഗ്രസിന് അത്തരം ഒരു സന്ദേശം കിട്ടുമ്പോൾ, പക്ഷെ കോൺഗ്രസ് അത് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന്. കെ സുധാകരന്റെ ഈ കടുപിടുത്തത്തെ താങ്കൾ അങ്ങനെ തന്നെയാണോ കാണുന്നത്? കോൺഗ്രസ് ഒരു സുവർണ അവസരം നഷ്ടപ്പെടുത്തുവാൻ പോവുകയാണെന്ന്? കേരളത്തിലെ ഒരു സാധാരണ പൗരന്, സാധാരണ വോട്ടർക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാനാവൂ? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജുഷ, ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല, ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയാമല്ലോ. ഗവൺമെൻറ്റിനെതിരെ ഒരു വികാരം ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും ഒരേ നിരപ്പിലാണ്. ആ നിരപ്പിൽ പരസ്പരം മത്സരിക്കട്ടെ. തുല്യ ശക്തികൾ തമ്മിലുള്ള പതിവ് പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഒരു തനി ആവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരം കിട്ടാനൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ ഒരു സംസാരം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ കഞ്ഞിക്കകത്ത് പാറ്റായിടുന്ന പരിപാടിയുണ്ടല്ലോ. നമ്മളൊക്കെ രാഷ്ട്രീയം കാണുന്നവരാണല്ലോ, മാധ്യമപ്രവർത്തകർ. രാഷ്ട്രീയം കാണുന്നു, അത് കണ്ട് ആസ്വദിക്കുന്നു, അത് കണ്ട ആ ആസ്വാദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സ്റ്റോറികൾ എഴുതുന്നു, അവതരിപ്പിക്കുന്നു. ഞാൻ ആ ഒരു കാഴ്ചപ്പാട് മാത്രമേ കണ്ടുള്ളൂ. ഞാനൊരു ഒറ്റ കാര്യം പറയാം. ഇന്ന് കണ്ണൂർ DCC, എനിക്ക് കണ്ണൂർ DCCയിൽ കണ്ണൂർ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലെ പ്രവർത്തകരുടെ കൂട്ടത്തിൽ നല്ലൊരു ബന്ധമുണ്ട് കേട്ടോ. പണ്ട് മുതൽ ഞാൻ ഉണ്ടാക്കിയ ബന്ധമാണ്. സുധാകരൻ്റെയൊക്കെ നല്ല കാലത്ത് ഞാൻ കണ്ണൂരിൽ ഉണ്ടാക്കിയ ബന്ധമാണത്. അതിൽ പറയാവുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ എനിക്കറിയാവുന്നതുണ്ട്. അന്ന് ഞാൻ കുറേയൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ അതിൻ്റെ ബന്ധത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗം കൂടിയപ്പോൾ
അതിൽ സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. 2 പേർ. പക്ഷെ അവരെ വെളിയിൽ സുധാകരന് വേണ്ടി പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അത് കാണും. അതിന് മണ്ഡലം പ്രസിഡന്റുമാർ വേണമെന്നില്ലല്ലോ. അത് കാണുമായിരിക്കും. അത് ആർക്കാ ഇല്ലാത്തത്? സുധാകരൻ ഇത്രയും കാലം കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. 89 മുതലോ മറ്റോ ഉണ്ടായിരുന്ന ആളാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ 2 പേരും എന്നോട് പറഞ്ഞത് ചിലപ്പോൾ അവരുടെ വേർഷനും കൂടിയാവാം. ഈ പറഞ്ഞ ആൾക്കാർ, കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഈ 2 പേരും സുധാകരനോടൊപ്പം വേറൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനും ഉണ്ടാവില്ലെന്നാണ്. അതാണ് സ്ഥിതി. അപ്പോൾ എന്തും വരട്ടെ, കോൺഗ്രസ് ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ, ഇതുപോലുള്ള നാടകീയ സംഭവവികാസങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൽ ജനങ്ങളുടെ ഒരു ഐക്യനിര ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ സീറ്റ് ഇല്ലെങ്കിൽ സുധാകരൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്നുള്ള സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞു. ഞങ്ങൾ പഠിക്കുന്ന കാലത്തേ നമുക്ക് അന്നത്തെ കാലത്ത് വിദ്യാർത്ഥി യൂണിയനും പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ അവന്മാരെല്ലാം കൂടി പിരിച്ചുവിട്ട പോലീസുകാർ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന പോലെ കേട്ടോ എന്ന് പറയുന്നത് പോലെ എൻ്റെ മഞ്ജുഷയെ കോൺഗ്രസ് പോലെ ഒരു ശക്തിയുള്ള പാർട്ടി, അതേപോലെ CPM പോലൊരു പാർട്ടി അതിനകത്ത് വിട്ടുപോയാൽ ഇവരൊക്കെ എന്താ പിന്നെ? കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസ്സോ ഞാൻ എപ്പോഴും പറയാറുള്ളത്, അവർ ഒരു രാഷ്ട്രീയം പടുത്തുയർത്തിയത് അവരുടെ ജീവിതം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. നമ്മളാരും പക്ഷേ നമ്മൾ വീടിന് പുറത്തേക്ക് മരം വളരാൻ അനുവദിക്കില്ലല്ലോ. അത് നമുക്ക് തന്നെ അപകടമാകും. അതുകൊണ്ട് സ്വന്തം പുരപ്പുറത്തേക്ക് നമ്മുടെ അടുത്ത് നിൽക്കുന്ന തെങ്ങോ കവുങ്ങോ ഒന്നും വളരാൻ സമ്മതിക്കത്തില്ല, വെട്ടി ദൂരെ കളയും. അതേപോലെയാണ് കോൺഗ്രസ് എന്ന വീട്, ആ പാർട്ടി, അത് അനേക ആൾക്കാരുടേതാണ്. എത്രയോ പേർക്ക് ഈ മതിലിൽ ചുവരെഴുത്ത് നടത്തി, പെയിൻറ്റും ചുമന്ന് നടന്ന്, രായ്ക്ക് രാമായണം രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പോലീസിൻ്റെ അടിയും കൊണ്ട് ഒക്കെ രാഷ്ട്രീയം കെട്ടിപ്പടുത്ത് നടത്തുന്ന എത്രയോ പേരുണ്ട്. ഇവർക്കൊന്നും ഒരു സ്ഥാനമാനവുമില്ല. ഇവിടെ ഒരാൾ ഒന്നിലധികം പേരുണ്ട് കേരളത്തിൽ MP ലോക്സഭാ സീറ്റ് വരുമ്പോഴത്തേക്ക് അത് വേണം, അതേ കയറി പിടിക്കും. എന്നിട്ട് കുറേ പിരിവൊക്കെ നടത്തും, കുറേ കാശൊക്കെ ചിലവാക്കും, ബാക്കി കാശ് വീട്ടിൽ കൊണ്ടുപോകും. അദ്ദേഹമില്ല, ഈ കെ സുധാകരൻ തനിക്ക് സ്വാധീനമുള്ള സീറ്റുകളുടെ എണ്ണം വരെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു മുറിവേറ്റ സിംഹത്തെ പോലെയാണ് അദ്ദേഹം പെരുമാറാൻ പോകുന്നത്. സുധാകരനെ അറിയാവുന്ന കാര്യമാണല്ലോ അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത്. അറിയാം അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതികൾ പലതുമുണ്ട്. ഒരു കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന വിഷയം നേതൃത്വം കൊടുത്ത കണ്ണൂരിലെ കോൺഗ്രസിനെയൊക്കെ ഞാൻ വളരെ ഫോക്കസ്ഡായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇവിടെ പറയാൻ താല്പര്യമില്ല. ഒരു കാലത്തെ എൻ്റെ വിഷയമാണത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ വിഷയം. അപ്പോൾ സുധാകരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ കടുത്ത നിലപാട് എടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ? വെറുമൊരു സമ്മർദ്ദം മാത്രമായിരിക്കില്ല ഇത്. സമ്മർദ്ദം ചിലപ്പോൾ നിൽക്കുമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നമ്മളത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ആ നിലയ്ക്ക് പലരും ഉപദേശിക്കുന്നത് കേട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കാറ്. അദ്ദേഹം സ്വബുദ്ധി ഉപയോഗിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ്. അദ്ദേഹം അണികളെ ആവേശത്തിലാക്കുവാൻ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അഖിൽ ഇവിടെ ഇതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രശ്നമില്ല കോൺഗ്രസിൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ പാർട്ടിയിൽ തന്നെ ഈ നടക്കുന്ന ചർച്ചകളല്ലേ ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്? ഇപ്പോൾ LDFിൽ പ്രത്യേകിച്ച് CPMൽ ഉള്ളതിനേക്കാൾ തർക്കങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളാണ്. അത് ഇതുകൊണ്ട് മാത്രമല്ലേ ഇത്തരത്തിലുള്ള ഈ ഹൈക്കമാൻഡ് ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നത്? നോക്കൂ മഞ്ജുഷേ, അഖിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളില് അതിൽ ഏതാണ്ട് കുറെ അധികം കാര്യങ്ങൾ 100% ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ CPMനുള്ളിലെ കുടുംബാധിപത്യം, ഈ നാട്ടിൽ അവരുടെ ധാർഷ്ട്യം, അഹങ്കാരം, ദുർഭരണം, അഴിമതി, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായി നിൽക്കുന്ന ഒരു സർക്കാരാണിത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ജനവിരുദ്ധമായിട്ട് നിൽക്കുമ്പോഴും
അവർ ശക്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പാക്കുന്നു. അവർക്ക് ഒരു ശക്തമായ നേതൃത്വമുണ്ട്. അവരുടെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുകയും, എന്നാൽ ഇത് ഇങ്ങനെ ഒരു സുവർണാവസരം ഇത്രയധികം തളികയിൽ വെച്ച് നീട്ടുന്ന തരത്തിലുള്ള ഒരവസരം, ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും ഇവരിവിടെ കിടന്ന് തമ്മിലടിച്ച് ഇത് ഭീകരമായ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഇവരെ എങ്ങനെ ഭരണം ഏൽപ്പിക്കും? ഇതിനെക്കാട്ടി ഭേദം മറ്റവർ തന്നെയാണല്ലോ എന്ന് ഇപ്പൊ ഇവിടെ എക്സാക്ട്ലി ഗോപകുമാർ സാർ പറഞ്ഞ ആ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. അവരാണ്, ആ ഒരു ചെറിയ പെർസെന്റേജ് ആണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്, തീരുമാനമെടുക്കുന്നത്. അവര് കോൺഗ്രസിന് ഇത് പതിവുള്ളതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുമല്ലോ. ഇല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആ കാലമല്ല ഇതെന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനില്, ഈ ഫ്ലോട്ടിംഗ് ആ ഗ്രൂപ്പിലുള്ളത് വലിയൊരു വിഭാഗം ഈ ആധുനിക കാലത്ത് ജീവിക്കുന്നവരാണ്. അവരിത് കാര്യം ഈ കരുണാകരന്റെയും ആന്റണിയുടെ ഒക്കെ കാലത്ത് ഇവർ തമ്മിലടിച്ച കാലമൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ല. അതുമല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കാലം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് ആ കാലത്ത് അതിന്റെ അന്നത്തെ സാഹചര്യം വേറെയാണ്. ഇത് ജേക്കബ് ജോർജ് സാറിനൊക്കെ നന്നായിട്ട് അറിയാം. കാര്യം അന്ന് ഇവിടെ വർത്തമാന പത്രം പ്രധാനമായിട്ട് 2 പത്രങ്ങൾ, പിന്നെ ദൂരദർശൻ, ആകാശവാണി കഴിഞ്ഞു. പിന്നെ ഉള്ളത് മുഴുവനും ചായക്കട ചർച്ചകളും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിഷയങ്ങൾ ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്താൻ വൈകുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം, പിന്നെ കരുണാകരനെ പോലെയും ആന്റണിയെ പോലെയും ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെയുള്ള വലിയ സ്റ്റൾവേർഡ്സ് ആയിട്ടുള്ള നേതാക്കന്മാര്, അവരുടെ പ്രവർത്തനങ്ങൾ, അത് ഗ്രൂപ്പുകളിലാണെങ്കിലും അൾട്ടിമേറ്റ്ലി ആ പ്രസ്ഥാനത്തിന് ഗുണമാണ്. അവരെ അതിനെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ ഇതല്ല. പിന്നെ ഈ സുധാകരനെ സംബന്ധിച്ചുള്ള, ഇനിയിപ്പോ സുധാകരനെ സീറ്റില്ല, അങ്ങേര് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. ഇനി സുധാകരന്റെ ഏറ്റവും വലിയൊരു ശക്തി എന്താണ്? സുധാകരന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. അങ്ങേരുടെ പൊളിറ്റിക്കൽ ലൈഫിൽ കിട്ടാവുന്നത് മുഴുവനും അങ്ങക്ക് കിട്ടിക്കഴിഞ്ഞു. KPCC പ്രസിഡന്റായി, MP ആയി, നേതാവായി, കണ്ണൂരിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ലെവലിലേക്ക് ഇങ്ങനെ വളർന്നു. ഇനിയിപ്പോ എന്താണത് മാക്സിമം ഇനി കിട്ടാനുള്ളത്? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പദമാണ്. അതല്ലാതെ ഈ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന നാളുകളിലൂടെയാണ് ഇപ്പൊ സുധാകരൻ കടന്നു പോകുന്നത്. ഈ സമയത്ത് അങ്ങർക്ക് എന്തും ചെയ്യാം, ഒന്നും നഷ്ടപ്പെടും. ഭാവിയെ പറ്റി ആലോചിക്കേണ്ട വിഷയമേ ഉദിക്കുന്നില്ല. അത് തന്നെയാണ് സുധാകരന്റെ ഏറ്റവും വലിയ ശക്തി. അതിനെയാണ് കോൺഗ്രസ്സുകാർ ഭയപ്പെടേണ്ടത്. അതിനെയാണ് സത്യത്തില് ഇവിടെ BJPയും അല്ലെങ്കിൽ CPM-ഉം ഉറ്റുനോക്കുന്നത്. ശരി, ശ്രീ അഖിൽ, അതാണ് പഴയ കാലമല്ല ഇത്. ഇപ്പോൾ കോൺഗ്രസിൽ ഇത് പതിവുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും, ഒരു പ്രശ്നവുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പറയുമായിരിക്കും. പക്ഷെ സമയമില്ല, പിന്നെ കാലം മാറി. ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, അഖിൽ. അല്ല മഞ്ജുഷേ, വളരെ വ്യക്തമാണ് മഞ്ജുഷ പറഞ്ഞ കാര്യം പോലെ തന്നെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്ന സമയത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ഭരണമാറ്റം എന്തുകൊണ്ട് അനിവാര്യമാണെന്നുള്ള കൃത്യമായ ബോധ്യവുമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ പടലപ്പടക്കങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ശൈലി ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വരുന്ന അതേ കാര്യം തന്നെ വീണ്ടും പറയും. എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കണം. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് AICC അംഗീകരിച്ച ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഏകദേശം 54ഓളം സീറ്റുകളിൽ ലിസ്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ 54 സീറ്റുകളിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന സീറ്റുകളിലാണെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു ലിസ്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെത്തട്ടിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായി എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ളത് മേൽത്തട്ടിലെ ചർച്ചയിൽ നിന്ന് തന്നെ AICC അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യും. അതിനകത്തൊന്നും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് പരിപൂർണമായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ എങ്ങനെ ഈ ഗവൺമെന്റിനെതിരായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള യുദ്ധസന്നാഹമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ വളരെ കൃത്യമായി പറയും. ഇപ്പോൾ MP ആയിരിക്കുന്ന ആളോ അല്ലെങ്കിൽ MLA ആയിരിക്കുന്ന ആളോ ഈ പറയുന്നത് പോലെ വീണ്ടും ഒരു പദവിയിലേക്ക് മത്സരിക്കണോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു വിന്നബിൾ കാൻഡിഡേറ്റിനെ അവിടെ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ ആളിനെ കൊണ്ട് മാത്രമേ ആ മണ്ഡലം ആ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ആ പാർലമെൻറ്റ് വിജയിക്കൂ എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ നേതൃത്വം അത്തരത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അത് തെറ്റല്ല. ഇപ്പോൾ K. സുധാകരനെ പോലെയുള്ള ഒരു വ്യക്തിത്വം, അദ്ദേഹം അല്ലെങ്കിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ രണ്ട് പേരുടെ കാര്യമാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ അതല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും MP-മാർ, ഇപ്പോൾ ബെന്നി ബെഹനാൻ ഈ പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിലെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേണം മത്സരിപ്പിക്കാൻ പറ്റുന്ന ആളാണ്. MK രാഘവൻ കോഴിക്കോട് ഒരു MLA പോലും ഇല്ലാത്ത സ്ഥലത്ത് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും വേണമെങ്കിൽ മത്സരിപ്പിച്ച് ഒരു MLA ആക്കി മാറ്റാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ് ഒരു രീതിയിലും ജയിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇത്തരത്തിലുള്ള MLA-മാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെച്ച് AICC അത്തരത്തിലൊരു നിർദ്ദേശം വെച്ച് ഈ പറഞ്ഞ MP-മാരെ ആ രീതിയിൽ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞതുപോലെ നേരെ തിരിച്ചും ഒരു MLA ആയിരിക്കുന്ന ആളാണ് ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർലമെൻറ്റിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ഇന്ന പാർലമെൻറ്റിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ആ പാർലമെൻറ്റ് വിജയിക്കാം എന്നുള്ള സ്ട്രാറ്റജി പാർട്ടി നേതൃത്വത്തിന് തോന്നിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാം? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ടും അത് ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് മത്സരിച്ചേ തീരൂ എന്ന് പറയുന്നതാണ് പ്രശ്നമാകുന്നത്. മഞ്ജുഷ, അവിടെയാണ് ഞാൻ പറയുന്നത്, ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു എന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറയുന്നതിന് അപ്പുറം ഹൈക്കമാൻഡിൻ്റെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് നിങ്ങൾ കണ്ടോ? ഈ പറഞ്ഞ 54 പേരുടെ ലിസ്റ്റ് വന്നതിനപ്പുറത്തേക്ക് പുതിയൊരു ലിസ്റ്റ് വന്നതായി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഹൈക്കമാൻഡ് ഒപ്പിട്ട അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഈ പാർട്ടിയുടെ ഔദ്യോഗിക, ഞാൻ KPCC അംഗമാണ്, എനിക്ക് പോലും അറിയാൻ കഴിയുന്നില്ല ഈ പാർട്ടിയിൽ കണ്ണൂർ ആരെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാവില്ല സുധാകരന്റെ കാര്യത്തിൽ, കണ്ണൂരിൽ MP-മാരുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോഴും AK ആന്റണിക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രമാത്രം ഇടപെടുന്നില്ല. അദ്ദേഹം തന്നെ ഇന്ന് പറയുകയുണ്ടായി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട നേതാക്കളുണ്ട്. എൻ്റെ കാലത്ത് ഞാൻ ഇടപെട്ട് പരിഹരിച്ചിരുന്നു, നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ ആ പദവിയിലുള്ള ആളല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സുധാകരനെ വിളിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ തർക്കമില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഇതിൽ വിളിക്കേണ്ട കാര്യം ഉണ്ടാവുകയില്ല. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഇപ്പോൾ മഞ്ജുഷിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമ വാർത്തകളിലൂടെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഞാൻ വിളിച്ചു ചോദിക്കും, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ അവകാശം എനിക്കുമുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് മറുപടി പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ട്, സൗഹൃദമുണ്ടെങ്കിൽ. അപ്പോൾ ആ തരത്തിൽ AK ആന്റണി അദ്ദേഹത്തിനോട് സംസാരിച്ചതിന് എന്താണ് തെറ്റ്? അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രയാസമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളൊരു നേതൃസ്ഥാനത്തുള്ള മുതിർന്ന നേതാവല്ലേ AK ആന്റണി, അദ്ദേഹത്തിന് ഇടപെടുന്നതിന് എന്താ തെറ്റ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്രയോ ആളുകൾ ഇന്ന് കഴിഞ്ഞ ദിവസം CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ മുൻ MLA പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ വിഷയം അവതരിപ്പിച്ചു, എന്നോടൊരു മറുപടി പോലും പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ, അത് എന്തായാലും പിണറായി വിജയനേക്കാൾ എത്രയോ മുതിർന്ന നേതാവാണ് AK ആന്റണി. അദ്ദേഹം പോലും ഈ പ്രായത്തിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പോലും അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളിനകത്ത് ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അതിൽ ഇടപെടാൻ സമർത്ഥരായ നേതാക്കളുണ്ട്, അവർ ഇടപെട്ടത് പരിഹരിക്കും എന്നുള്ളതാണ് ശ്രീ ജയസകലിന്റെ വാക്കുകൾ. അല്ല, അത് പരിഹരിക്കാവുന്ന വിഷയം, പരിഹരിക്കാൻ വയ്യാത്ത ഏത് വിഷയമാണ് ഉള്ളത്? പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അതൊക്കെ പരിഹരിക്കാം. രാഷ്ട്രീയം, ഡെയിലി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള അനേകം സംഘർഷങ്ങളിലൂടെയാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ കടന്നു പോകുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും SFI ആണെങ്കിലും KSU ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും മുതിർന്നവരുടെ പാർട്ടിയാണെങ്കിലും. പക്ഷേ ഞാൻ ഇതിനകത്ത് വേറെ ഒരു വിഷയം കൂടെ കൊണ്ടുവരട്ടെ. K. സുധാകരൻ 89-ൽ കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നിൽ കിട്ടിയ ഒരു തട്ടകം, കോൺഗ്രസിൻ്റെ ഒരു തട്ടകം, K. കരുണാകരൻ ഏറ്റവും കരുത്തനായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന സാധ്യത എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അത് കണ്ണൂർ തട്ടകമാക്കിയുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം. ആ വിരോധം കത്തിക്കാൻ സുധാകരന് കഴിഞ്ഞത് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന N. രാമകൃഷ്ണനേക്കാൾ അപ്പുറത്തേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് ഓർക്കണം. അതാണ് കേരളത്തിൽ സുധാകരൻ്റെ ഒരു കോൺഗ്രസിനകത്തെ പ്രസക്തി വർദ്ധിപ്പിച്ചത്.
അതങ്ങനെ അദ്ദേഹം അങ്ങനെ മൂപ്പിച്ച് 21ഓളം രക്തസാക്ഷികളാണ് കോൺഗ്രസ്സിന് കണ്ണൂരിലുണ്ടായത്. അതേപോലെ തിരിച്ചും എനിക്കവിടുത്തെ സേവറി ഹോട്ടലിൽ കോൺഗ്രസ്സുകാർ നടത്തിയ ആക്രമണത്തെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. പല ആക്രമണങ്ങളെക്കുറിച്ചും അറിയാം. ഞാനന്ന് എല്ലാ ആഴ്ചയിലും ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും കണ്ണൂർ പോകുമായിരുന്നു. ഇങ്ങനെ ആക്രമണങ്ങളും അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഞാനത് ശരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയത്. അതിൻ്റെ അകപ്പുറത്തേക്ക് കടന്നു. അത് അത്രമാത്രം. ആ രാഷ്ട്രീയമാണോ ഇന്ന് ഇന്ത്യയിലുള്ളത്? ആ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അന്നേ മാറി മറിഞ്ഞിരിക്കുന്നു. സോണിയാഗാന്ധി UPA ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ സോണിയാഗാന്ധിയെ നേരായ രാഷ്ട്രീയ വഴിയിലൂടെ, ഇന്ത്യക്ക് ചേരുന്ന വഴിയിലൂടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേരുന്ന വഴിയിലൂടെ നയിച്ചത് CPMൻ്റെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് അവിടെ തുടങ്ങിയത്. സുർജിത് സിംഗും സോണിയാഗാന്ധിയും തമ്മിലുള്ള ആ ബന്ധം. അത് പക്ഷേ കേരളത്തിൽ ഈ രണ്ട് കക്ഷികളും ശക്തമായിട്ട് എതിരാളികളാണ്, യാതൊരു സംശയമില്ല. അത് കാര്യം വേറെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉടക്കിയിട്ട് കോൺഗ്രസിൽ ഉടക്കി പിരിഞ്ഞിട്ട് CPMലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുവാനും പറ്റാത്ത സ്ഥിതിയാണ്. പറ്റത്തില്ല. അത് പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളി RSSൻ്റെ ക്യാമ്പുകൾക്ക് ഞാൻ കാവലിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. അദ്ദേഹത്തിന് പോകാൻ വേറെ തട്ടകമുണ്ടല്ലോ. താങ്കൾ പറയുന്നത് BJPയിലേക്ക് പോകുന്നു. വേറെ പോകാൻ എനിക്കൊരു മടിയില്ല, എനിക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ. അതും തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ വെച്ച് പറഞ്ഞിട്ടില്ലേ. അദ്ദേഹത്തിന് അതൊക്കെ പറയാൻ പറ്റും. അത് എന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പോഴും BJP നോക്കിയിരിക്കുകയായിരിക്കണം, തക്കം നോക്കിയിരിക്കുകയായിരിക്കണം അദ്ദേഹത്തിന് പോകാൻ. പക്ഷെ ഞാൻ പറഞ്ഞത് അന്നത്തെ ആ ഇടത് കോൺഗ്രസ് ആ വൈരുദ്ധ്യം, ആ ശക്തമായ പരസ്പര വിദ്വേഷവും വിരോധവും, അതിൻ്റെ കാലം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കഴിഞ്ഞില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതൊരു സിമ്പിൾ ചോദ്യമാണ്. എല്ലാ കോൺഗ്രസ്സുകാരും എല്ലാ CPMകാരും മനസ്സിരുത്തി ആലോചിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞില്ലേ എന്നത്, ആ പരസ്പര വിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞില്ലേ എന്നുള്ളത്. ഇന്ന് രാഷ്ട്രീയം മാറി, ഇന്ത്യൻ രാഷ്ട്രീയം മാറി, കേരള രാഷ്ട്രീയത്തിലേക്ക് BJP കടന്നു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് പോലും അതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിട്ട് അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു നേതാവിനെ BJPയിലേക്ക് തള്ളിവിടുന്നത് കോൺഗ്രസിനും CPMനും ഒട്ടും ഭൂഷണമല്ല. മറിച്ച് നേതാക്കൾ കോൺഗ്രസിൻ്റെ അകത്ത് ഇത്രയും നിന്നിട്ട് അപ്പം പിന്നെ എന്തായാലും അനുനയത്തിനൊന്നും തയ്യാറാകുന്നില്ല. ശ്രീ അഖിൽ, അതിനുള്ള മറുപടി ഇവിടെ വഴങ്ങുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ BJPയിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഇപ്പൊ കോൺഗ്രസിന് ഇത്രമാത്രം സ്നേഹിച്ച, കോൺഗ്രസിന് വേണ്ടി ഇന്ന് ബഹുമാന AK അണ്ണി സാർ ഉപയോഗിച്ച വാചകം ഒന്ന് മനസ്സിലാക്കണം. കണ്ണൂരിൽ ജീവൻ കൊടുത്ത് നെഞ്ചു കൊടുത്ത് നിന്ന് കണ്ണൂരിൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയ സുധാകരനെ ഒന്ന് വിളിച്ച് ഞാൻ സംസാരിച്ചതിൽ എന്താ തെറ്റെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണൂരിൽ ജീവൻ കൊടുത്ത് കണ്ണൂരിൽ നെഞ്ചു കൊടുത്ത് കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുത്ത സുധാകരൻ അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും ഈ പറയുന്നത് പോലെ ഈസിയായിട്ട് വർഗീയ പാർട്ടിയായിട്ടുള്ള ഈ പറയുന്ന പോലെ BJPയിലേക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, ആ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ പല നേതാക്കന്മാരെയും മറ്റ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ച് ശശി തരൂരിനെ കുറിച്ചിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം അദ്ദേഹം മോഡിയെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ആദ്യത്തെ ആ ഒരു വരി കാണിച്ചുകൊണ്ട് വായിച്ചു. പക്ഷേ ആ ആർട്ടിക്കിൾ വായിച്ചിട്ട്, ഞാൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വായനക്കാരനാണ്, ആ ആർട്ടിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുള്ള ഒരാൾ പോലും ശശി തരൂർ എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം. അപ്പോൾ ആരെങ്കിലും പറയുന്ന പോലെ, ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു വരി എടുത്തിട്ട് അത് ഇന്നതാണ് ഉദ്ദേശിച്ചത്, അദ്ദേഹം നാളെ BJPയിലേക്കാണ്, അദ്ദേഹം മോഡിയെ വാഴ്ത്തുകയാണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ശൈലിയൊന്നും ശരിയല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മുഴുവനായി കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഈ പറഞ്ഞതുപോലെ വാർത്തയുടെ ഏടെടുത്തുകൊണ്ട് സംഭവിച്ച ഒരു ഘടകമാണ് അദ്ദേഹം അത് പിന്നെ BJPയിലേക്ക് സുധാകരൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് എത്തുക. അതൊന്നും ശരിയല്ല. ഇപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുത്താനായിട്ട്
ഇപ്പോൾ കെ സി ജോസഫ് സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ചേർന്നുകൊണ്ട് അവരെല്ലാവരും ആ കണ്ണൂർ ജില്ലയിൽ അവരെല്ലാവരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് എത്രയോ നമ്മെ വിട്ടുപിരിഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെയുണ്ട്, പ്രവർത്തകർ അവിടെയുണ്ട്. അത്തരം ആളുകളുടെയൊക്കെ ജീവൻ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കോർപ്പറേഷൻ എത്രയോ കാലമായി മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കണ്ണൂരിലെ സുധാകരേട്ടനാണെങ്കിൽ മറ്റേ ഇപ്പോൾ തന്നെ അവിടെ പരിഗണിച്ച മുൻ മേയറാണെങ്കിൽ തന്നെ, നിലവിലുള്ള മേയർ ഇന്ദിര ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിൽ തന്നെ എത്രയോ നേതാക്കന്മാർ, എത്രയോ ജില്ലയിൽ നേതാക്കൾ, KPCC പ്രസിഡന്റ് പോലും വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് വൈകാരികമായി കാണുന്ന കോൺഗ്രസിന്, വൈകാരികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആ ജില്ലയിലുള്ള ആളുകൾക്കൊന്നും അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എന്തായാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക വൈകുകയാണ്. ഒരു വരിയുടെ പറയട്ടെ, ഒറ്റ വരിയുടെ പറഞ്ഞോട്ടെ. അപ്പൊ ഇതേപോലെയാണ് പണ്ട് ഈ പറഞ്ഞ വിരോധം, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിരോധം അടിയന്തരാവസ്ഥ കാലത്ത് സാക്ഷാൽ പിണറായി വിജയനും സാക്ഷാൽ കെ സുധാകരനും ഒരു ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, നാളെ എന്തായാലും സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളാണ്. ഇന്ന് മാസപ്പിറവി ദൃശ്യമായി, അതുകൊണ്ട് നാളെ ചെറിയ പെരുന്നാളാണ്. പക്ഷേ നാളത്തെ ദിവസം കോൺഗ്രസിന് തലവേദനയുണ്ടാക്കുന്ന ഒരു ദിവസമായി മാറുമോ എന്നുള്ളതാണ് അറിയുവാനുള്ളത്. കെ സുധാകരൻ എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. TO മോഹനാണ് കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസ് പട്ടിക എന്നിട്ടും വൈകുകയാണ്. എന്തുകൊണ്ട് പട്ടിക പുറത്തിറക്കാൻ വൈകുന്നു? പട്ടിക അംഗീകരിച്ചതാണ്, പക്ഷേ അതിനുശേഷമാണ് സുധാകരൻ ഇത്രയും ശക്തമായ ഒരു നിലപാടിലേക്ക് പോയത്. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇനി സുധാകരന് വഴങ്ങുവാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ? ഹൈക്കമാൻഡ് ഇനി ഒരു വഴങ്ങാൻ തയ്യാറായാൽ അത് കൂടുതൽ കോൺസിക്വൻസസിലേക്ക് വഴിതെളിയിക്കും. ഞാനത് പറയുന്നത് നേരത്തെ തന്നെ, ഇതൊക്കെ നേരത്തെ, വളരെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കില്ലായിരുന്നു. കാരണം കോൺഗ്രസിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങൾ ശരിയാണെങ്കിലും മാധ്യമ ലോകത്ത് വന്ന് ഇതൊക്കെ വിളമ്പുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി നേതാക്കന്മാർ പാർട്ടിക്കെതിരെ ചെയ്യുമ്പോഴും അവർക്കെതിരെ ഒരിക്കലും അച്ചടക്കത്തിൻ്റെ വാൾ ഓങ്ങിയിട്ടില്ല. അത്രത്തോളം ഒരു ലിബറൽ ക്യാരക്ടറാണ്. ആ ലിബറൽ സ്വഭാവം എവിടെ എത്തിച്ചു എന്ന് നമുക്ക് ഒരു സമയത്ത് 2005 ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടായ ഒരു കാലഘട്ടം പോലും, കാരണം കേരളത്തിൽ കോൺഗ്രസിനെ ഇത്രയും ശക്തിപ്പെടുത്താൻ ശ്രമിച്ച കരുണാകരന് പോലും കോൺഗ്രസ് വിടേണ്ടി വന്നു. പക്ഷേ വിട്ടപ്പോഴും തൊട്ട് പിറകിൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല, തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ആരും ഒഴിവാക്കപ്പെടേണ്ട കാര്യമില്ലാതില്ല എന്ന് പറഞ്ഞാൽ ഒരാളില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാവുകയൊന്നുമില്ല. കരുണാകരൻ ഇല്ലാതിരുന്നപ്പോൾ പോലും കോൺഗ്രസ് കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് പിന്നീട് കോൺഗ്രസ്സിൽ വന്ന് ലയിച്ചപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ പ്രശ്നം ഒന്ന് സന്ദർഭമാണ്. സന്ദർഭം തിരഞ്ഞെടുപ്പിന് 20 ദിവസമേ ഉള്ളൂ. 2, മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ബൈറ്റൊക്കെ ചാനൽക്കൊക്കെ പണ്ട് സുധാകരൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു, അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും. അങ്ങനെയൊക്കെ ധാർഷ്ട്യത്തിൽ കൂടി പറയുന്ന ഒരാൾ കോൺഗ്രസ് എന്നുള്ള വികാരമുണ്ടെങ്കിൽ അത് പറയരുത്. ഈ കാണിക്കുന്ന ദിവസങ്ങളായി അവിടെ നിൽക്കുന്നതും ഗവൺമെൻറ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ബാർഗൈനിങ്, അത് വിലപേശാനുള്ള ശക്തി കൂടുതലാണ്. അതിന് വഴങ്ങുന്നൊരു ഹൈക്കമാൻഡ് ദുർബലമായൊരു ഹൈക്കമാൻഡാണ്. അതുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ ഇങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷേ ഇങ്ങനെ പോകുന്നതോറും ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഭരണത്തിൽ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഈ ഗവൺമെൻറ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ജനങ്ങൾക്കുണ്ട്. ആ സന്ദർഭം, കണ്ടക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത്, ഈ തീരുമാനം എന്തായാലും ഇനിയെങ്കിലും വൈകാതെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനം, നോബഡി ഈസ് ഇന്നെവിറ്റബിൾ, ആരും ഒഴിവാക്കാൻ പാടില്ലാതൊന്നുമില്ല. ഒരേ സമയം MP ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതൊരു നിയമം കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു കാലം അതിക്രമിച്ചു. പഴയ കാലത്തും കോൺഗ്രസ്സിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വേണുഗോപാൽ മന്ത്രിയായിരുന്നപ്പോൾ MP ആയിട്ട് പോയില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ, അതുപോലെ വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള പ്രവണതകൾ അനുവദിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ തന്നെ MP ആയിരിക്കുന്ന ഒരാൾക്ക് പൊടുന്നനവേ വരണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ആരോ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ പദവിയും, മന്ത്രിയും എല്ലാ പദവിയും എല്ലാത്തിലും ഇരുന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇത്രത്തോളം പോകണോ, ഈ നിലയ്ക്ക് പോകണോ എന്ന് നമ്മൾ സാധാരണക്കാർ ചോദിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ പാർട്ടിക്ക്, എല്ലാ പാർട്ടികൾക്കകത്തും കുഴപ്പമുണ്ടെങ്കിലും ഈ അച്ചടരാഹിത്യത്തിന് ഒരു പരിധിയില്ലേ? അതിനൊരു ലൈസൻസ് എവിടെയെങ്കിലുമൊക്കെ വേണ്ടി, നിയന്ത്രണം എവിടെയെങ്കിലുമൊക്കെ വേണ്ടേ? അതില്ലാതെ പോകുമ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ അവർ പരിഹാസ്യരാകുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എത്തിക്കരുത്.
ശരിയാണ്. ഇങ്ങനെ അനുനയത്തിന് തയ്യാറാകാതെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പദവി നൽകി അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കെ സുധാകരൻ അത് പലപ്പോഴും വഴങ്ങാറുമുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ഒരു സാധ്യതയും താങ്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഇതിപ്പോ മുമ്പ് ഈ പറഞ്ഞ പോലെ കെ സുധാകരനെ ഇനി എന്ത് പദവി കൊടുത്തിട്ടാണ് അനുനയിപ്പിക്കാനുള്ളത്? ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ സമയമില്ലെന്ന്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ അഖിലിന്റെ ആഗ്രഹം പറഞ്ഞു എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന്. പക്ഷെ ഈ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ യന്ത്രത്തിന്റെ നട്ടും ബോൾട്ടും പാർട്സും ഒക്കെ പല ഭാഗത്ത് കിടക്കുകയാണെന്നേ. അതിനി എല്ലാം കൂടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഇനി എണ്ണയെ സംഘടിപ്പിച്ച് ആ എണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ച് ആ എണ്ണ അതിന്റെ മെഷീന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി പിടിച്ചു വരുമ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിയും. ഈ യന്ത്രത്തിനൊന്നും വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് പറഞ്ഞത്. ഈ സമയത്ത് ഇത് കോൺഗ്രസിനെന്നല്ല ഒരു പാർട്ടിക്കും അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പം ഫലത്തിൽ വരുന്ന എന്താണെന്നറിയാവോ? സുധാകരൻ ഇനി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അത് പ്രശ്നമാണ്. മത്സരിച്ചാൽ സുധാകരൻ പ്രശ്നത്തില്ല, സുധാകരൻ ജയിക്കുവിടുന്ന്, അല്ലെങ്കിൽ സുധാകരൻ ആ ഭാഗത്ത് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുണ്ടാക്കിയ ഡാമേജ് ഈ കേരളത്തിലെ ഇവരുടെ സംഘടനാ സംവിധാനം ശരിയല്ല. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. 10 വർഷം ഭരണം പോയി നിന്നപ്പോഴേക്ക് ഇതിന്റെ അലകും പിടിയും മുഴുവനും പോയി. ഇവരെ കൊണ്ട് പറ്റില്ല എന്ന ഒരു ഇമേജാണ് ഈ നാടുകളെ ഉണ്ടായിരിക്കുന്നത്. അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ഇവരുടെ കയ്യിൽ സമയമില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും CPM അവരുടെ സംഘടനാ സംവിധാനം, ശക്തമായ സംഘടനാ സംവിധാനത്തിൽ കൂടെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോവാണ്. BJP ഇതുവരെ ഇല്ലാത്ത ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോട് കൂടി ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. വെറുതെ മത്സരിക്കാനല്ല, ജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കുകയാണ്. ആ സമയത്ത് ആ സമയത്തെ കോൺഗ്രസിന്റെ അവസ്ഥയാണിത്. ഇനിയും പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇനിയൊരു തോൽവി UDF കേരളത്തിൽ താങ്ങാനാവില്ല. അത് നാശകോശമായി പോകും. ഇപ്പം സപ്പോസ് ആ സിറ്റുവേഷൻ, ആ സെനറിയോ ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിച്ചു പോകും. അതായത് ഇവിടെ UDF അടുത്ത ഇലക്ഷനിൽ തോറ്റു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുസ്ലിം ലീഗ് അവരെ ഉപേക്ഷിച്ചു പോകും. മുസ്ലിം ലീഗ് LDF കാര്യം അവർക്ക് താങ്ങാൻ പറ്റില്ല. സത്യത്തിൽ നോക്കൂ, ഈ കോൺഗ്രസ് കണ്ടുപിടിക്കേണ്ടത് മുസ്ലിം ലീഗിനെയാണ്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് വന്നു എത്ര ഗംഭീരമായിട്ടും എത്ര പ്രൊഫഷണലായിട്ടുമാണ് അവരവരുടെ കാൻഡിഡേറ്റ് ഫിക്സേഷൻ നടത്തിയത്, അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എത്ര ഗംഭീരമായിട്ടാണ് അവർ ചെയ്തത്. എന്തെല്ലാം അവർ കണ്ടുപിടിക്കാനുണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ 2026 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് പെട്ടെന്നുണ്ടായ ബോധോദയമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടുത്തെ പാർട്ടികൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇവിടുത്തെ ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് മഞ്ജുഷേ. അല്ലാതെ ഇത് കോൺഗ്രസിൽ പതിവാണ്, ഇതൊക്കെ നമ്മളത്ര കണ്ടതാണ്, ഇതൊക്കെ അത്ര കുളം കണ്ടതാണ് എന്നുള്ള ആ സംഭവമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഏൽക്കില്ല. ഇതിന്റെ അകത്തോട് ഉണ്ടാവുന്നത് ഇവരെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഇവർ കൊടുക്കുന്നത്. ശരി ശ്രീ ഷാബു പ്രസാദ്, ഈ വി അബ്ദുറഹ്മാൻ മന്ത്രി അദ്ദേഹം താനൂരിലായിരിക്കില്ല, തിരൂരിലായിരിക്കും മത്സരിക്കുക. വൈകിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണ്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പും വന്നിട്ടുണ്ട്. തിരൂരിലായിരിക്കും വി അബ്ദുറഹ്മാൻ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല. നേരത്തെ CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ താനൂരിൽ വി അബ്ദുറഹ്മാൻ മത്സരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയില്ല. തിരൂരിലേക്ക് അദ്ദേഹം മാറുകയാണ്, സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം മാറുകയാണ്. അതോടൊപ്പം അദ്ദേഹം പെരുന്നാളിന് ശേഷം പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ LDF-നകത്ത് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് CPM-നകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ മുതലെടുക്കാനും അത് പിന്നെ പ്രചാരണം നൽകുവാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. പക്ഷേ ഷാബു പറഞ്ഞ പോലെ ലീഗ് കൃത്യമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതെ, ലീഗ് കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ്. കാരണം കുറച്ച് കാലമായി 10 വർഷമായി അധികാരത്തിൻ്റെ ശീതള ഛായ ഇല്ലാതെ നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ്. അവർക്ക് തിരിച്ചെത്തിയേ പറ്റൂ. നമ്മുടെ അതിൻ്റെ നേതാക്കൾ KM ഷാജിയുടെയൊക്കെ പ്രസംഗം കേട്ടില്ലേ? മനസ്സ് നൊന്ത് വിങ്ങി പൊട്ടിയുള്ള പ്രസംഗമാണത്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലായിക തോന്നും. പക്ഷേ അത് സമുദായങ്ങളുടെ ഹൃദയത്തിലേക്ക്, സമുദായ അംഗങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന
ചാട്ടുളി പോലെയുള്ള വാക്കുകളാണ്. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിലനിൽപ്പിൻ്റെ മാത്രമല്ല, സ്വന്തം സമുദായത്തിൻ്റെ പുരോഗതി, സമുദായത്തിൻ്റെ നേതാക്കന്മാരുടെ പുരോഗതി ഒക്കെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പ്രസംഗമാണത്. അപ്പോൾ അതുകൊണ്ട് ലീഗിനെ നമുക്കൊരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഷാവു പ്രസാദ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് ഈ UDF തോറ്റാൽ, കോൺഗ്രസ് തോറ്റാൽ, ഈ ഭരണം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ലീഗ് എങ്ങോട്ട് എന്നൊരു വലിയ ചോദ്യവും, ആ ചോദ്യത്തിന് നമ്മൾ കേരള സാക്ഷ്യം വഹിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയാം, കണ്ണൂർ രാഷ്ട്രീയത്തിൽ സുധാകരൻ്റെ ഒരു റോൾ കഴിഞ്ഞ 90-ാം ആണ്ട് മുതൽ ഒരു വളരെ പ്രസക്തമായിരുന്നു. ഇന്ന് അത്ര കണ്ട പ്രസക്തി അതിന് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ പല ആക്രമണങ്ങളിലും 21 രക്തസാക്ഷികൾ കോൺഗ്രസ്സിന് ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. അതേപോലെ തന്നെ അന്നത്തെ സേവറി ഹോട്ടൽ ആക്രമണം, അവിടെ ഒരു CPM-കാരൊക്കെ പതിവായിട്ട് സമ്മേളിക്കുന്നൊരു ഹോട്ടലായിരുന്നു. അവിടേക്ക് ചിലർ നടത്തിയ വലിയ ആക്രമണം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ എത്രയോ പേർക്ക് പരിക്കേറ്റു, അംഗവിഹീനരായി. ഭീകരമായ ആക്രമണങ്ങൾ, അത് ദയനീയമായ കാര്യമാണ്. സുധാകരന്റെ പ്രതികരണം കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും സുധാകരൻ പ്രതികരിക്കാം. കെ സുധാകരൻ ഇന്ന് രാത്രി തന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങും എന്നുള്ള വിവരമാണ് ഉള്ളത്. സുധാകരൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറയുമോ എന്നുള്ളതാണ്. എന്താണ് സുധാകരൻ്റെ മനസ്സിലുള്ളത്? സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ് എന്നതാണ്. പക്ഷേ അത് അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ എന്തെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കെ സുധാകരൻ പ്രതികരിക്കുമോ ഇല്ലയോ? He's coming out, brother. He's coming out. Side में थोड़ा आगे से side में. कैमरा रखो. Silent down. ऐसा नहीं होगा. बेलू अकेले. सर बाहर. लो भाई. आगे से थोड़ा side में भाई side में. അല്ല അനൂപ് അദ്ദേഹം നിശബ്ദനായിരിക്കണം പറയുന്നത്. അദ്ദേഹം സംസാരിക്കും. മൈക്ക് നിശബ്ദമായി. बाहर. You start speaking, sir. സുധാകരൻ എന്താ നടക്കുന്നത്? മൈക്ക് ചക്കൽ तो आजा यार. माइक नीचे करो. ചേച്ചി പാർട്ടിയിൽ തുടരും. ഞാൻ പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുകൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാടിയും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി. ഇതാണ് കെ സുധാകരന്റെ പ്രഖ്യാപനം. അദ്ദേഹം പാർട്ടി വിടില്ല, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും. പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്. അതെ, ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് ഞാൻ പോകും. പാർട്ടിയെ വെല്ലുവിളിക്കില്ല, ആ ഒരു വാക്കിലെല്ലാം ഉണ്ട്, ആ ഒരു വാചകത്തിലെല്ലാം ഉണ്ട്. കെ സുധാകരൻ പറയുന്നു പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല, പക്ഷേ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല, സ്വതന്ത്രനായി മത്സരിക്കാനില്ല. തനിക്ക് പാർട്ടി അണികളുണ്ട്, പക്ഷേ ആ അണികളെ ഏതെങ്കിലും കമ്മിറ്റി രൂപീകരിക്കാനോ തനിക്ക് വേണ്ടി ജയ് വിളിക്കാനോ അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയുള്ള അണികളാണ് എന്ന് കെ സുധാകരൻ പറയുകയാണ്. കണ്ണൂരിൽ സീറ്റില്ല, പക്ഷേ കെ സുധാകരൻ പാർട്ടിയെ വെല്ലുവിളിക്കില്ല. ജേക്കബ് ജോർജ്, ശരിക്കും പറഞ്ഞാൽ മഞ്ജുഷേ, അത് വൈകി ഉദിച്ച ആണെന്നെങ്കിലും വലിയ ബുദ്ധി തന്നെയാണ് സുധാകരൻ കാണിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയോടല്ല, കേരള സമൂഹത്തിൽ ഇതുപോലെയുള്ള ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന തരത്തിൽ ഒന്നുകൂടെ കേൾക്കാം അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാനില്ല, പാർട്ടി എത്രയോ വലുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ്. ഞാൻ എന്ത് പാർട്ടിയെ വെല്ലുവിളിക്കാനാണ്?
ഞാൻ പാർട്ടിക്ക് വിധേയമായി നിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതനുസരിച്ച് മുൻപോട്ട് സുധാകരൻ പറയുന്നു പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല. സുധാകരൻ വഴങ്ങി. ഹൈക്കമാൻഡിന് മുന്നിൽ കെ സുധാകരൻ വഴങ്ങി. പാർട്ടിക്ക് വിധേയനായിട്ട് തുടരും. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു പോകില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് കെ സുധാകരൻ ഉന്നയിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കെ സുധാകരൻ വഴങ്ങി. സ്വതന്ത്രരായി മത്സരിക്കുമെന്ന രീതിയിലുള്ള വെല്ലുവിളി അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ നടത്തിയിരുന്നു. പക്ഷേ പിന്നീടുള്ള അനുനയ നീക്കങ്ങളിൽ അദ്ദേഹം വഴങ്ങിയിരിക്കുകയാണ്. പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടിയെ നിർണായകമായ ഈ ഘട്ടത്തിൽ വെല്ലുവിളിക്കാൻ കണ്ണൂരിലെ പാർട്ടിയുടെ സിംഹം കെ സുധാകരൻ ഇല്ല. സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കില്ല. പാർട്ടിക്ക് വിധേയനായി തുടരും. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ക്ലൈമാക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചർച്ച, മാരത്തൺ ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ ഇല്ലാതെ പാർട്ടി ലിസ്റ്റ് പുറത്തു വരാൻ പോവുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, ദിവസങ്ങൾ നീണ്ട ചർച്ച നടന്നപ്പോൾ, സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായപ്പോഴും ഹൈക്കമാൻഡ് അതിനു മുന്നിൽ വഴങ്ങിയില്ല. സുധാകരന് വഴങ്ങേണ്ടി വന്നു. സ്വതന്ത്രനാകാൻ താനില്ല എന്ന് കെ സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്നത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ചർച്ചകളിൽ നടന്നത്, എങ്ങനെ കെ സുധാകരൻ വഴങ്ങി തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും അറിയാൻ ബാക്കി നിൽക്കുകയാണ്. സുധാകരന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. കിരൺ ബാബു, കിരൺ, എന്താണ് സംഭവിച്ചത് അവസാന നിമിഷം? സുധാകരൻ കൃത്യമായിട്ടും ഒരു സമ്മർദ്ദം ചെലുത്തിയിരുന്നുവല്ലോ പാർട്ടിക്ക് മുന്നിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന്. അവസാന നിമിഷങ്ങളിൽ എന്ത് സംഭവിച്ചു? മഞ്ജുഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുധാകരനെ സംബന്ധിച്ച് സുധാകരന്റെ അസ്തിത്വം എന്ന് പറയുന്നത് പിണറായി വിജയനോടുള്ള കടുത്ത വിരോധം, CPM-നോടുള്ള കടുത്ത എതിർപ്പ് എന്നുള്ളതാണ്. ഇത് രണ്ടും വിട്ട് സുധാകരൻ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന പേരിൽ മത്സരത്തിനിറങ്ങിയാൽ സ്വാഭാവികമായും അത് സഹായിക്കുക പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലേറാനായിരിക്കും, അല്ലെങ്കിൽ LDF-ന്റെ വിജയത്തിനായിരിക്കും സഹായിക്കുക. അതിനപ്പുറത്തേക്ക് സുധാകരന് ഏതെങ്കിലും തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അത് LDF-ന് അനുകൂലമായും UDF-ന്റെ തകർച്ചയിലേക്ക് നീക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും സുധാകരൻ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് തന്റെ ഇത്രകാലം നീണ്ട 78-9 വർഷം നീണ്ട ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാവും സുധാകരൻ ഉണ്ടാവുക. ഇത്രകാലം അദ്ദേഹം ഉണ്ടാക്കിയ പ്രതിച്ഛായ അടക്കം തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും സമ്മർദ്ദം ചെലുത്തിയിട്ടും അത് നടക്കില്ല എന്ന് വന്നപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കാനില്ല എന്ന് തന്നെ പറയുന്നു. സ്വതന്ത്രനായി താൻ ആരെയും മത്സരിക്കുന്നില്ല, താൻ ആരെയും മത്സരിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു. ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിലും സുധാകരൻ ഒടുവിൽ വഴങ്ങുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. മറ്റു പലരും പുറത്തുനിന്ന് പലതും പറയുമ്പോഴും ഒടുവിൽ കോൺഗ്രസിന് സ്വന്തം വഴിയിലേക്ക്, ഹൈക്കമാൻഡിന് സ്വന്തം വഴിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ മല്ലികാർജ്ജുൻ ഖർഗെ സുധാകരനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. സുധാകരന്റെ വിഷയങ്ങളൊക്കെ പിന്നീട് വിശദമായി സംസാരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പാർട്ടി ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചു. ഇനി അതല്ല, സുധാകരനില്ലാതെ ലിസ്റ്റ് ഇറക്കിയാൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനമെങ്കിൽ ആ വഴിക്ക് പൊക്കോളൂ എന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. AK ആന്റണിയെ പോലെ ഏറ്റവും തലമുതിർന്ന നേതാവ് തന്നെ വന്ന സുധാകരൻ പാർട്ടിക്ക് വിട്ട് പുറത്തു പോകില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ്, പാർട്ടിയുടെ പോരാളിയാണ് സുധാകരൻ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളടക്കം ധിക്കരിച്ചുകൊണ്ട് സുധാകരൻ പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായും അന്ധമായും സുധാകരന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു പിന്തുണ സുധാകരന് കിട്ടാൻ കഴിയില്ല എന്ന് സുധാകരൻ തന്നെ തിരിച്ചറിയുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയം നന്നായി തിരിച്ചറിയുന്ന ആൾ തന്നെയാണ് സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, നേതാവിന്റെ ഏറ്റവും കടുത്ത ശക്തി എന്ന് പറയുന്നത് കടുത്ത CPM വിരോധം, മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കടുത്ത എതിർപ്പ്, CPM-നോടും പിണറായി വിജയനോടുള്ള പാർട്ടി വിട്ട് വെളിയിൽ വരുന്നത് അത് തന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു അന്ത്യമായിരിക്കുമെന്ന് പോലും സുധാകരൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടിയിൽ തുടരും, പാർട്ടിയെ വെല്ലുവിളിക്കില്ല. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാൻ എവിടെയാ കൊണ്ട് പാർട്ടിയിൽ തുടരും. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിയിലകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കീനോ? സുരേട്ട, താങ്കൾ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെയുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്, അതുള്ളതാണോ? അതില്ല, ഇല്ല, മത്സരിക്കില്ല, സ്വതന്ത്രനായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. പകരം വേറെ കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ നിയോഗിക്കുമോ? കൂടുതൽ ആളുകളെ മറ്റു മണ്ഡലങ്ങളിൽ അങ്ങേക്ക് മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ? എല്ലാവരും ആളുകൾ, എനിക്ക് എന്റെ ആളുകളുണ്ട്, എല്ലാവരും എന്റെ ആളുകളുണ്ട്. അത് കമ്മിറ്റി ഉണ്ടാക്കാനും നേതാക്കന്മാരെ ഉണ്ടാക്കാനൊന്നുമല്ല.
ഇതാണ് കെ സുധാകരന്റെ പ്രതികരണം. എല്ലായിടത്തും തനിക്ക് ആളുകളുണ്ട്, പക്ഷേ അത് കമ്മിറ്റി ഉണ്ടാക്കാനല്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ പ്രതികരണം. സുധാകരൻ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരനായിട്ട് ഉയർന്നിരിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം ശരിക്കും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു സ്ഥാനത്തേക്ക് കടന്നു ചെന്നിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മാത്രമല്ല, ഹൈക്കമാൻഡിന് മാത്രമല്ല, അത് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്ക് പോലും അവരുടെ സ്വന്തമായ അഭിപ്രായം രൂപീകരിച്ചിരുന്നു ഇതിനകത്ത്. അത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കിരൺ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ CPM-നെ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നമുണ്ടായാൽ അത് നടക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് തുല്യശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ ആ തുല്യശക്തി എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാകുമായിരുന്നു. മറിച്ച് ഇത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയൊരു തരംഗം ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ശരി, ഇതാണ് രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തൽ. കെ സുധാകരൻ എടുത്തത് നിർണായകമായ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അനുകൂലമായ ഒരു തീരുമാനമാണ്. കിരൺ, ഇനി വൈകില്ലല്ലോ സ്ഥാനാർത്ഥി പട്ടിക, ഇനി എതിർപ്പുകൾക്ക് സ്ഥാനമില്ലല്ലോ. മഞ്ജുഷ, സ്വാഭാവികമായും ഇനി എതിർപ്പുകൾക്ക് സ്ഥാനമില്ല, എല്ലാം അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് അനുകൂലമായി കൂടി കോൺഗ്രസ് കാണുന്നുണ്ടാവും. പലപ്പോഴും കോൺഗ്രസ് അങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്. പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ട് മാത്രമല്ല കോൺഗ്രസ് പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, നീട്ടിക്കൊണ്ടുപോയി അനുകൂലമാക്കുക എന്നുള്ളതാണ്. ഇന്ന് നടന്ന രണ്ട് സുപ്രധാന മൂവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒന്ന്, സുധാകരനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നേരിട്ട് കെ സുധാകരനെ വിളിച്ചിട്ട് 12 മണിക്കത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കണം, ചിലപ്പോൾ സ്ഥാനാർത്ഥിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നു. അങ്ങനെ ഒഴിവാക്കണമെന്നുള്ള ഉറപ്പ് വാങ്ങുന്നു. അതോടൊപ്പം തന്നെ പരസ്യമായി സമാന്തരമായി ഏറ്റവും വലിയ മൂവ് നടത്തിയത് AK ആന്റണിയാണ്. കേരളത്തിൽ ഇന്ന് നേതാക്കൾക്ക് സുധാകരനല്ല ഒരു നേതാവിനും തള്ളിക്കളയാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് AK ആന്റണിയാണ്. AK ആന്റണി വന്ന് സുധാകരനെ തള്ളിക്കളയുകയല്ല. സുധാകരൻ കരുത്തനായ നേതാവാണ്, ഈ പാർട്ടിയുടെ അഭിവാജ്യ ഘടകമാണ്, അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യമൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ആ തരത്തിൽ എത്രത്തോളം പാർട്ടിയുമായി ചേർന്ന് നിൽക്കേണ്ട ആളാണ്, പാർട്ടിയെ നയിക്കേണ്ട ആളാണ്, കരുത്തനായ നേതാവാണ് സുധാകരൻ എന്ന് പരസ്യമായി AK ആന്റണിയെ പോലെ ഒരാൾ പറയുന്നു. അപ്പോൾ അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് സുധാകരന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. ആന്റണി തന്നെ പരസ്യമായി വന്ന് ഇങ്ങനെ ഒരു വാചകം പറയുന്നത്, ഇത് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനിടയിൽ അത്രത്തോളം എഫക്റ്റ് ഉണ്ടാവില്ല. സാധാരണ പ്രവർത്തകരടക്കം ആന്റണിയെ പോലെ ഒരു നേതാവ് തന്നെ വന്ന് സുധാകരനെ കുറിച്ച് പറയുന്നു. എന്നിട്ടും പാർട്ടി വിട്ടുപോയി പുറത്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം CPM-നൊപ്പം ചേരുന്നു എന്ന രീതിയിലായിരിക്കും കോൺഗ്രസുകാർ വിലയിരുത്തുക. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണ് എല്ലാ കാലത്തും സുധാകരന്റെ ശക്തി, അല്ലാതെ നേതാക്കളല്ല. സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സ്വന്തം എന്ന് പറയാൻ അങ്ങനെ കാര്യമായ നേതാക്കളില്ല. അദ്ദേഹത്തിന്റെ ശക്തി താഴെ തട്ടിൽ നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കടുത്ത എതിർപ്പൊക്കെ ഉയരുമ്പോഴും അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൊക്കെ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് അവർ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയായി നിൽക്കുന്നു. കേന്ദ്രത്തിലും അധികാരമില്ലാതെ സംസ്ഥാനത്തും അധികാരമില്ലാതെ 10 വർഷം എന്നത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കോൺഗ്രസുകാരൻ്റെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു കോൺഗ്രസുകാരൻ്റെയും ഓർമ്മയിൽ തന്നെ ഇല്ല. അങ്ങനെ ഒരു ഘട്ടം വന്നതോടുകൂടിയാണ് അവർ എങ്ങനെയും മടങ്ങി വരണമെന്നുള്ള കടുത്ത വികാരത്തിൽ നിൽക്കുകയാണ്. ആ വികാരത്തിൽ നിൽക്കുന്ന നേതാക്കളെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവ്, അയാൾ ഇനി എത്ര പ്രിയപ്പെട്ടവനായിക്കോട്ടെ, അയാൾ ഈ പാർട്ടിയുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അവർ ആ നേതാവിനൊപ്പം നിൽക്കില്ല. മറ്റു ഇതുവരെയുള്ള നേതാവിനുള്ള സ്നേഹമെല്ലാം കടന്ന് അവർ പാർട്ടി എന്നുള്ള വികാരത്തിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം അവർ പൊതുസമൂഹത്തിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട്, തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കോൺഗ്രസുകാരെ ഒപ്പം കിട്ടാതെ ഒരു നേതാവിനും ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ല. ഇനി കെ കരുണാകരനെ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ സ്വാധീനമുണ്ടായിരുന്ന, അണികൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവിന് പോലും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ട് അവസാനം അദ്ദേഹത്തിന് തിരിച്ചു പാർട്ടിയിൽ കയറാൻ ഓരോരോ ചെറിയ നേതാക്കളുടെ അടക്കം കാല് പിടിക്കേണ്ട അവസ്ഥയൊക്കെ, ഇതെല്ലാം തിരിച്ചറിഞ്ഞവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന ആൾ തന്നെയാണ് കെ സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രതിച്ഛായൊക്കെ നിലനിർത്തിക്കൊണ്ട്, ഒരു അഗ്രസീവായ നേതാവ് എന്ന പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം ഫൈറ്റ് ചെയ്യാമോ ആ ഫൈറ്റ് അവസാന നിമിഷം വരെ നടത്തി. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് അണികൾ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞു, സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കത്തിലാണ്, അതിന് തയ്യാറായിക്കോളൂ എന്ന് അണികളോട് അദ്ദേഹം പറയുക. അണികളാണ് പുറത്തുവിടുന്നത്. അദ്ദേഹം എവിടെയും ഏതെങ്കിലും ഒരു തരത്തിൽ പാർട്ടിക്കെതിരായി ഒരു വാക്ക് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായി. അവസാനം മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ട് കെ സുധാകരനെ വിളിക്കുന്നു. പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. അത് കൃത്യമായ ഒരു സന്ദേശമാണ്. ഞങ്ങളുടെ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനി മറിച്ചാണ് സുധാകരൻ തീരുമാനിക്കുന്നതെങ്കിൽ പാർട്ടി നിലപാടുമായി മുന്നോട്ട് പോകും. നേരിടാൻ കോൺഗ്രസ് പാർട്ടി സജ്ജമായി. ആ നേരിടാനുള്ള ഒരു അന്തരീക്ഷം കോൺഗ്രസ് പാർട്ടി ഒരുക്കിയത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിലനിന്ന ഈ സമ്മർദ്ദത്തിലാണ്. സാധാരണ പ്രവർത്തകർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അവർ നേരിടേണ്ടി വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ LDF സർക്കാരിനെതിരെയും പറയേണ്ട സമയത്ത് അവർ
കെ സുധാകരന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് സാധാരണ പ്രവർത്തകരടക്കം നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് നൽകുന്ന ഒരു ആശ്വാസം, അവർക്ക് നൽകുന്ന പ്രതീക്ഷ, നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ ഇടയിൽ ഒരു ഉയർന്ന നേതാവായിട്ടാണ് 10 മടങ്ങ് ശക്തിയുള്ള ഒരു നേതാവായി, പാർട്ടി അപകടഘട്ടത്തിൽ കൈവിടാതെ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്ന ഒരു നേതാവായി കെ സുധാകരൻ മാറുന്നു. സുധാകരന്റെ പ്രതിച്ഛായ ഇതിലൂടെ വർദ്ധിക്കുകയാണ്. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായം ഇത്രയായെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റെതായ വൈകാരിക പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അണികളിൽ നിന്നുണ്ടാകുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. പൊളിറ്റിക്കലി കൃത്യമായി തീരുമാനമെടുക്കാനുള്ള ശേഷി ഇപ്പോഴും കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസുകാരനായ നിരന്തരം CPM-നോടും CPM-നെ കായികമായും ആശയപരമായും ഒക്കെ കണ്ണൂരിൽ നേരിട്ട് നിന്ന ഒരു നേതാവിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എടുക്കേണ്ട തീരുമാനം ഇതാണ് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുറിവേറ്റെങ്കിലും കണ്ണൂരിലെ സിംഹം ഹൈക്കമാൻഡിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് തന്റെ പ്രസ്ഥാനത്തിന് അനുകൂലമായ ഒരു നിലപാട് തന്നെ കെ സുധാകരൻ ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുകയാണ്. അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് മുതലാക്കുവാൻ കോൺഗ്രസിനൊപ്പവും UDF-നൊപ്പവും നിൽക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് കെ സുധാകരൻ എത്തിയിരിക്കുകയാണ്. മറിച്ചൊരു തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് എങ്കിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് തന്നെ അത് വലിയ തിരിച്ചടി ആയേനെ. ശ്രീ ജേക്കബ് ജോർജ്, ഇതല്ലേ വാസ്തവം? അതെ, മറിച്ചൊരു തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തിരുന്നതെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് നാളെ താഴെ പോകുമായിരുന്നു. മറിച്ച് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ആ ഒരു തീരുമാനം, കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ജീവിതം മുഴുക്കെ നിക്ഷേപിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയിൽ, ഒരു മുന്നണിയിൽ നിക്ഷേപിച്ച ആൾ ഇന്നലെ ഈ കഴിഞ്ഞ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരുന്നത് മാതിരി അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു പോകുമായിരുന്നു. കേരള രാഷ്ട്രീയം എന്തെല്ലാം കണ്ടിരിക്കുന്നു, എത്രയോ ഉന്നതങ്ങളിലേക്ക് ആൾക്കാർ ഉയർത്തപ്പെടുന്നതും അവിടെ നിന്ന് താഴേക്ക് പോകുന്നതും. നേരത്തെ കിരൺ ബാബു ഒക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കെ കരുണാകരൻ്റെ കാര്യം തന്നെ. കെ കരുണാകരൻ്റെ അന്ത്യം വരെയും ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് വളരെയധികം സഹകരിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ കുസൃതികളിൽ വളർച്ച, അദ്ദേഹം തന്നെയാണ് കെ സുധാകരനെ കൈപിടിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും കൂടി ഓർക്കണം. പിന്നീട് ആന്റണിയുടെ കാലത്തൊക്കെ അദ്ദേഹം മന്ത്രിയായി. അതൊക്കെ ശരിയാണ്, ആ ഒരു ഉയർച്ച അതെല്ലാം കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തതാണ്. അവിടെ നോക്കുമ്പോൾ, ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിനെ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി, അദ്ദേഹം MP ഒന്നും ആകാത്തതല്ലല്ലോ, MLA ആകാത്തതല്ലല്ലോ, കേരളത്തിൽ മന്ത്രിയാകാത്തതല്ലല്ലോ. ആ ഒരു വൈകിയ വേളയിൽ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം അദ്ദേഹത്തിന് തിരുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള സമയവുമില്ല, രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയവും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ആയുസ്സിനെതിരെ നീന്തുകയാണ്. അതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഈ ഒരു വൈകിയെത്തിയ വിവേകം കെ സുധാകരനെ ഇന്ന് കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ടവൻ നേതാവായിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഒരു വിജയമായിട്ട് താങ്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് ഹൈക്കമാൻഡിന്റെ വിജയമാണ്. ഹൈക്കമാൻഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ വിജയമാണ്. ഇവിടെ ഹൈക്കമാൻഡ് ആവശ്യത്തിന് ഇടപെട്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ ഇടപെടൽ നിർത്തി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിലെ പത്രക്കാർക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാമായിരിക്കും. അവിടെ അവർ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട ശേഷം പിന്നീട് അവർ മൗനം പാലിച്ചു. അവരിടപെടുന്നില്ല. പിന്നെ അദ്ദേഹം ഖാർഗെ വിളിച്ച് പറഞ്ഞു എന്നാണ് നമ്മുടെ റിപ്പോർട്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നീട് പറയാം, ഇനിയൊന്നും പറയണ്ട, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്നുള്ളതായിരുന്നു എൻ്റെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ വിവേകമനുസരിച്ച് ചെയ്തു. ഇങ്ങനെ ഈ നിലയ്ക്ക് പുറത്തു പോയാൽ അദ്ദേഹത്തിന് രക്ഷയില്ല എന്നറിയാം. ഇനി വേറെ ഒന്ന് തിരിച്ച് കരയിലേക്ക് നീന്താനാണെങ്കിൽ അതിനുള്ള സമയവും അദ്ദേഹത്തിനില്ല. വലിയൊരു വിഷമത്തിലായി പോകുമായിരുന്നു അദ്ദേഹം. ആദ്യം ഞാൻ കുറച്ച് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ഇത്രയും നീട്ടിക്കൊണ്ടു പോയത് സുധാകരന്റെ ഈ കടുംപിടുത്തം കാരണമാണ്. ബാക്കിയുള്ള തർക്കങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സുധാകരന്റെ പ്രശ്നമാണ്, ഈ പിടിവാശിയാണ് ഇത്രയും ദിവസം നീട്ടിച്ചത്. അതെ മഞ്ജുഷേ, അത് നീണ്ടുപോയി. പക്ഷേ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഇതൊക്കെ വേറൊരു തരംഗമായിട്ട് മാറാം. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് എലിമെൻസ് ആയിട്ട് മാറാം. അത് രാഷ്ട്രീയ നേതാക്കളുടെ, അതിനകത്ത് പ്രചാരകരുടെ ഒരു കഴിവാണ്. തീർച്ചയായിട്ടും അതിന് വേറൊരു മാനം കൂടി ഉണ്ട് എന്ന കാര്യം നാം ഓർക്കണം.
ശരി, ഇതാണ് തീരുമാനം കെ സുധാകരൻ്റേത്. അദ്ദേഹം ഹൈക്കമാൻഡിന് വഴങ്ങി, പാർട്ടിക്ക് വഴങ്ങി. MP ആയിരിക്കെ കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള വാശി കെ സുധാകരൻ ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സന്ദേശം അദ്ദേഹം അണികൾക്ക് നൽകിയിരുന്നു. പക്ഷേ താൻ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്ന് കെ സുധാകരൻ അറിയിച്ചതോടുകൂടി കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ കാർമേഘം അതൊഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിന്റെ അവസാന സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. ഇതുവരെ പ്രഖ്യാപിച്ചത് 55 സ്ഥാനാർത്ഥികളെയാണ്. 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പട്ടിക പുറത്തു വരാൻ ബാക്കിയാണ്. പട്ടിക അംഗീകരിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും പട്ടിക പുറത്തു വരാം. 2 ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകുവാൻ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതായി വരും. ഏതാനും മണ്ഡലങ്ങളിൽ കൂടി തർക്കമുണ്ടായിരുന്നു, അത് പരിഹരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട് പട്ടിക. ഇനി ഏത് നിമിഷം വേണമെങ്കിലും പുറത്തു വരാം. കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കണം എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു അവസാനം കെ സുധാകരനും. പക്ഷേ ആ വിഷയവും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഹരിച്ചിരിക്കുകയാണ്. കിരൺ ബാബു, ഈ പട്ടികയുടെ കാര്യത്തിൽ എന്താണ് വീണ്ടും ഒരു വൈകൽ കാണുന്നത്? അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞുവല്ലോ പട്ടിക. മനുഷ്യ പട്ടികയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം നീങ്ങിക്കഴിഞ്ഞു. ഇനി വളരെ ചെറുക്കം ചില വിഷയങ്ങൾ മാത്രമാണുള്ളത്. അതൊക്കെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ മാത്രമാണ്. അക്കാര്യത്തിൽ ആരെങ്കിലും നേതാക്കൾ അങ്ങനെ ഒരു വാശി പിടിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴില്ല. പാർട്ടി ഇനി പട്ടിക ഇറക്കിയാൽ ആ പട്ടിക അപ്പാടി അംഗീകരിച്ചു പോകും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില എതിർപ്പുകൾ അതിനപ്പുറത്തേക്കില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പൊതുരീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചു, എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ ഇറക്കിയേക്കാം. അങ്ങനെയൊന്നുമല്ല. അവർ പലപ്പോഴും ചില ഘട്ടത്തിലൊക്കെ ഒരു കാര്യമില്ലാതെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പട്ടികയ്ക്ക് മേൽ 5-6 മണിക്കൂർ കഴിഞ്ഞ് ഇറക്കുക, അങ്ങനെയൊക്കെ പലതും ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളും തമിഴ്നാടും ബംഗാളും അസമും അടക്കമുള്ള വലിയ വെല്ലുവിളികൾ, സമാനമായ വെല്ലുവിളികൾ അസാമിൽ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. നേതാക്കളടക്കം BJPയിലേക്ക് പോകുന്ന വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർക്ക് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇനി പട്ടികയുടെ മേൽ കാര്യമായ സമ്മർദ്ദങ്ങളില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവർ തീരുമാനം എടുത്തിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മളിന്ന് കണ്ടു, അല്പസമയം മുമ്പ് നേമത്ത് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ അവിടെ KS ശബരിനാഥ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിക്ക് ഒരു സ്വീകരണമൊക്കെ സമാനമായി അത്തരം ഉറപ്പുള്ള മണ്ഡലങ്ങളിലൊക്കെ കായംകുളത്ത് M. ലിജു അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളുമൊക്കെ അവിടെ നിരന്നു കഴിഞ്ഞു. അവിടെ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഓൾറെഡി കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായ പട്ടിക അത് ഏത് നിമിഷവും, ചിലപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ ഇന്ന് രാത്രി വൈകിയായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് നാളെ മുതൽ വീണ്ടും കളത്തിൽ പൂർണ്ണമായും, കേരളത്തിലെ 3 മുന്നണികളും കളത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നു. അവരുടെ എല്ലാ ശക്തിയോടും കൂടി കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും ഏറെക്കുറെ കോൺഗ്രസിൻ്റെ പട്ടികയോടുകൂടി പൂർണ്ണമാവുകയാണ്. LDFിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പൂർണ്ണമായിരുന്നു. 2-3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാത്രമാണ് ഉള്ളത്. ആസാമിലെ പട്ടികയാണ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ 2-3 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഒരു സംസ്ഥാനം പ്രഖ്യാപിക്കുക, തൊട്ടു പിന്നാലെ അടുത്ത സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അസമിലെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, ഔദ്യോഗികമായി അത് പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിലെ പതിവൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ പട്ടിക വന്നു കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സംസ്ഥാനത്തെ പട്ടിക എത്തും. അത് കേരളത്തിൻ്റെ പട്ടികയും തൊട്ടു പിന്നാലെ തന്നെ എത്താൻ വഴിയുണ്ട്. തമിഴ്നാട്ടിലെ പട്ടികയും ബംഗാളിലെ പട്ടികയും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നു. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഇതാണ്. അവർക്കുണ്ടായിരുന്നൊരു വലിയ ആശങ്ക, ഞങ്ങളുടെ കയ്യിൽ കിട്ടുമായിരുന്നൊരു വിജയം അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക. ആ ആശങ്കയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഈ വർദ്ധിത വീര്യത്തോടു കൂടി വരിക എന്നുള്ളതാണ്. അതിനെ നേരത്തെ ജേക്കബ് ജോർജ് സൂചിച്ച പോലെ എങ്ങനെയാണ് ആ പാർട്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ച് കേരളത്തിൽ എവിടെയും പ്രസംഗിക്കാൻ വിളിക്കാൻ കേരളത്തിലെ ആളുകൾ കൂടുതൽ ആവേശത്തോടെ കോൺഗ്രസ്സുകാർ കെ സുധാകരനെ വിളിക്കും പ്രസംഗിക്കാൻ. കാരണം അണികളെയൊക്കെ ആവേശപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞാലും കെ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ലല്ലോ, പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിന്നല്ലോ എന്ന് പറയുമ്പോൾ ഒരു നേതാവിനോടുള്ള ഇഷ്ടം അവരുടെ അണികൾക്ക്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വർദ്ധിക്കുകയാണ്. അവർക്ക് ആ ഒരു ഇഷ്ടം കൂടും, അവരോടുള്ള ഒരു സ്നേഹവും ആരാധനയൊക്കെ വർദ്ധിക്കുന്നു. ജേക്കബ് ജോർജ് ഇക്കാര്യത്തിൽ എന്തോ പറയാനുണ്ട്? ജേക്കബ് ജോർജ്. ശരിയാണ് കിരൺ പറഞ്ഞ കാര്യം ശരിയാണ്. അദ്ദേഹം ഇന്ന് കേരളത്തിൽ പൊതുവെ വിലപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിട്ട് മാറുകയാണ് ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ. അതിൻ്റെ ഒരു ഫലം ഇനി അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം കിട്ടാൻ പോകുന്ന സ്വീകരണത്തിൽ നിന്ന് കാണുകയും ചെയ്യും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇതിലൊക്കെ ഉണ്ടല്ലോ നമ്മളോട് പത്രക്കാരോട് ഇന്ന് അധികം ഒന്നും സംസാരിക്കാതെ ഇരുന്ന, എന്നാൽ മൗനം കൊണ്ട് വാചാലമായ അദ്ദേഹത്തിൻ്റെ രീതി കൊണ്ട് കേരളത്തിൽ ഇന്ന് മിണ്ടാതിരിക്കുന്ന VD സതീശൻ തന്നെയാണ് ഇന്നത്തെ താരം. കാരണം MPമാർ മത്സരിക്കേണ്ട എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമായിരുന്നുവെങ്കിലും കേരളത്തിൽ ഒരു MP പോലും മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ
സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഞാനൊക്കെ പലപ്പോഴും പറഞ്ഞു, അദ്ദേഹം ഒരു ഘട്ടത്തിലും അതിനെ അനുകൂലിച്ചിരുന്നില്ല അല്ലെ? ഒരു ഘട്ടത്തിലും VD സതീശൻ അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ VD സതീശൻ തയ്യാറായില്ല. ഞാൻ പല ഘട്ടത്തിലും പറയാറുണ്ട്, VD സതീശൻ്റെ നിലപാടിൻ്റെ കടുപ്പം, നിലപാടിൻ്റെ ആ ഒരു ദാർഢ്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും രീതിയിലും ഒക്കെ അത് പ്രകടമാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം അവസാനം വരെ നിന്നിട്ട് ഡൽഹിയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം മണ്ഡലത്തിലേക്ക് ഇറങ്ങിപ്പോരുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് VD സതീശന്റെ ബോഡി ലാംഗ്വേജ് പോലും ചർച്ചയായതാണ്. അദ്ദേഹം നിരാശനാണ് തുടങ്ങിയ കാര്യം. കാരണം ആ സമയത്ത് MP-മാർക്ക് മത്സരിക്കുവാൻ അവസരം നൽകുന്നു എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു വരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തിരിച്ച് ഹൈക്കമാൻഡിനെ തിരിച്ചു കൊണ്ടുവരാൻ VD സതീശന് കഴിഞ്ഞു. ഒരുപക്ഷെ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവണം, ഇതിനിടയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആത്യന്തികമായിട്ട് VD സതീശൻ്റെ വാക്കുകളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്ഥാനമുണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്ത് കാര്യങ്ങൾ ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതേപോലെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് VD സതീശനാണ് എന്ന് അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ശരി, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. VD സതീശന്റെ നിലപാട് ഇതായിരുന്നു, MP-മാർ മത്സരിക്കേണ്ട എന്ന്. അത് അവസാന നിമിഷം K സുധാകരൻ വാശി പിടിച്ചപ്പോഴും സതീശന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു, MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന്. അതിന് ഹൈക്കമാൻഡിന്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, K സുധാകരന് അതിനു മുന്നിൽ വഴങ്ങേണ്ടിയും വന്നിരിക്കുകയാണ്. കിരൺ അസമിലെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വൈകില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. ഇന്ന് പട്ടിക വന്നില്ലെങ്കിൽ വീണ്ടും വിമർശനത്തിന് വിധേയരാകേണ്ടി വരും. പക്ഷേ അതിനുള്ള സാധ്യതയില്ല, ഇന്ന് തന്നെ വരാനുള്ള സാധ്യത കൂടുതൽ. മനുഷ്യ ഇന്നിപ്പോൾ പട്ടിക വന്നില്ല എന്നൊരു അസാധാരണ സാഹചര്യം നമ്മൾ കാണുക. അത് നാളെ രാവിലെയാണ് പട്ടിക വരുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം ലഭ്യമായി കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മാറി മറ്റൊരാൾ വന്നത് എന്നുകൊണ്ട് കേരളത്തിലാകെയോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ചില അനുരണങ്ങൾ അല്ലെങ്കിൽ ചില എതിർപ്പുകൾ, ചില ചെറിയ ചെറിയ കലാപങ്ങൾ അതൊക്കെ ഉണ്ടാവാം. അതിന് ഏത് സമയത്ത് എങ്ങനെ പട്ടിക വന്നാലും ഉണ്ടാവേണ്ടതാണ്. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ K സുധാകരനെ പോലെ ഒരു നേതാവ് ഈ ഘട്ടത്തിൽ പാർട്ടിക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ അത് കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലെ വിജയത്തെ ബാധിക്കും എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കണ്ണൂരിലെ മണ്ഡലങ്ങളിലെ വിജയത്തെ പോലും ചിലപ്പോൾ സുധാകരനെ മറികടന്ന് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം അടുത്ത് വരുന്ന ഒരു 5 ദിവസമെങ്കിലും സുധാകരൻ മറിച്ച് മത്സരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വരുന്ന മിനിമം 5 ദിവസം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം, സുധാകരൻ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, സുധാകരൻ കോൺഗ്രസിനെതിരെ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം വലിയ ചർച്ചയാണ്. കോൺഗ്രസിനെയും UDF-നെ സംബന്ധിച്ച് LDF-നെ കടന്നാക്രമിക്കേണ്ട ഒരു സമയത്ത്, LDF-നെ പ്രതിരോധത്തിലാക്കേണ്ട ഒരു സമയത്ത്, പ്രതിപക്ഷം എപ്പോഴും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയാണ് അവർക്ക് മുന്നേറേണ്ടത്. ആ ഒരു ഘട്ടത്തിൽ അവരുടെ സുപ്രധാനമായ 5 ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന് അത് വലിയ നഷ്ടമായതിനെ. കാരണം കോൺഗ്രസിന് അത് ഒഴിവായി എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറെ കൂടി കിട്ടുകയാണ്. K സുധാകരന് ഇപ്പോൾ ഉയർന്ന ഒരു താരപരിവേഷം കൊണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും, ഇപ്പോൾ മത്സരത്തിനൊന്നുമില്ല, മത്സരത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ മാത്രമേ കഴിയൂ. ഇതല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും K സുധാകരനെ കൊണ്ടുപോകാനും K സുധാകരനെ കൊണ്ട് പ്രസംഗിപ്പിക്കാനും അണികളെ ആവേശഭരിതരാക്കാനും, ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കോൺഗ്രസിന്റെ അണികളെ ആവേശഭരിതനാക്കാൻ, നിഷ്പക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് 2 തരത്തിലാണ് നേതാക്കന്മാർ. ചിലർ നിഷ്പക്ഷ വോട്ടുകളെ കൂടി സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ, സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ള ആളുകൾ. മറ്റൊന്ന് അണികളെ ആവേശഭരിതരാക്കുക. ഇത് രണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. കാരണം CPM-നെ പോലെയോ BJP-യെ പോലെയോ ഒരു സംഘടനയല്ല. അണികൾ സ്വയം നിർദ്ദേശം കൊടുത്താൽ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുമെന്ന് പറയാൻ കഴിയില്ല. അണികൾക്ക് ആവേശഭരിതരാക്കി വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയെ കൊടുത്തു നിർത്തണം. ഈ K സുധാകരന്റെ വിഷയം വന്നപ്പോൾ തന്നെ പലരും അണികളുടെയും പ്രതിഷേധം, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രചരണത്തിനൊന്നും ഇറങ്ങുന്നില്ല, ഞങ്ങൾ മാറി നിൽക്കുക, ഈ നേതാക്കന്മാരെല്ലാം കൊണ്ടുവന്ന് നശിപ്പിക്കട്ടെ എന്നുള്ള ഒരു നിരാശ അവരുടെ ബാധിച്ചിരുന്നു. ആ നിരാശയിൽ നിന്നാണ് അവർ ഒരു തിരിച്ചുവരവ് വരുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്നത് കൂടിയാണ്. മറ്റൊന്ന്, നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതാണ് VD സതീശൻ എന്ന നേതാവ് ഇതുവരെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ സ്വീകരിക്കുന്ന ഒരു വഴിയുണ്ട്. രമേശ് ചെന്നിത്തല വരെയുള്ള നേതാക്കൾ സ്വീകരിച്ച ഒരു വഴി, അതിനുശേഷം VD സതീശൻ തൊട്ടുള്ള നേതാക്കൾ സ്വീകരിക്കുന്ന മറ്റൊരു വഴി. ആ ഒരു വ്യത്യാസം, തലമുറയിലെ മാറ്റത്തിന്റെ ആ ഒരു വ്യത്യാസം VD സതീശൻ കൃത്യമായി കാണിച്ചിരിക്കുന്നു. VD സതീശൻ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴങ്ങി കൊടുക്കുക എന്നുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത്. പ്രകോപിപ്പിക്കാതിരിക്കുക, പക്ഷേ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുക. അതിനൊരു അംഗീകാരമുണ്ട്. എപ്പോഴും പ്രകോപിപ്പിക്കാതെ നിന്ന് സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക. എങ്ങനെയാണോ ഇപ്പോൾ VS-നെ പോലെ ഒരു നേതാവൊക്കെ എങ്ങനെയാണോ സ്വന്തം നിലപാടുകൾ അംഗീകരിപ്പിച്ചിരുന്നത്, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകില്ല, വല്ലാതെ രീതിയിൽ വളയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഒടിക്കുന്ന ഒരു നിലപാടിലേക്ക് ഒരു കാരണവശാലും പോകില്ല. അങ്ങനെ വരുമ്പോൾ ഈ അണികൾക്കുണ്ടാകുന്ന ഒരു ഇപ്പോൾ സുധാകരന്റെ വേദനയെ സ്വന്തം വേദനയായി ഏറ്റെടുക്കാനൊക്കെ അണികൾ തയ്യാറാവും. സുധാകരന് കൂടി വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നുള്ള
ഒരു ആലോചനയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിട്ടും സുധാകരൻ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയില്ല. പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് CPM-നെതിരെ ശക്തമായ തരം നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിനും അത് കൃത്യമായിട്ട് അറിയാം. സ്വന്തം അസ്തിത്വം എന്ന് പറയുന്നത് മറ്റൊരു നേതാക്കളെ പോലെയല്ല. CPM-നെതിരെയും പിണറായി വിജയനെതിരെയും സ്വീകരിച്ച നിലപാടുകൾ കൊണ്ടുണ്ടായ അസ്തിത്വമാണ്. ആ അസ്തിത്വം നഷ്ടമായാൽ സുധാകരൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നാളെ ഒറ്റ ദിവസം കൊണ്ട് എടുത്തെറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. സ്വന്തം രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്താനും സ്വന്തം പ്രാധാന്യം കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു എന്നതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് അണികളുടെ വികാരത്തിനൊപ്പം താൻ പ്രവർത്തിച്ചു എന്നുകൂടി വരുത്താൻ സുധാകരൻ കഴിഞ്ഞു. സുധാകരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവ പ്രത്യേകതകളെ കൊണ്ട് ഇത്തരം ചില സമ്മർദ്ദങ്ങളും ഇത്തരം ചില വഴക്കുകളും ഒക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ രീതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ചിലപ്പോൾ സുധാകരനായതുകൊണ്ട് മറ്റ് അണികളൊക്കെ ക്ഷമിക്കാൻ, ഇത് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ ഒക്കെ ഇങ്ങനെ പ്രതികരിച്ചാൽ ചിലപ്പോൾ പ്രതികരിക്കുന്ന പോലെയല്ല, കുറെ കൂടി ഇളവ് സുധാകരന് അണികൾ നൽകും. കാരണം അദ്ദേഹം അങ്ങനെ പോരാടി വന്ന ഒരാളാണ്, നേരിട്ട് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ആ ഒരു നേട്ടമൊക്കെ ഉണ്ട്. സ്വന്തം നേട്ടം ദൗർബല്യം എന്താണ്, സ്വന്തം കരുത്തെന്താണ്, ഈ ദൗർബല്യവും കരുത്തും ഭാവിയിലേക്കുള്ള പൊളിറ്റിക്കൽ വീക്ഷണം, ഇത് മൂന്നും കൃത്യമായി ഉപയോഗിക്കാൻ സുധാകരന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിജയ് എന്ന് പറയാൻ കഴിയുന്നത് VD സതീശനാണ്. VD സതീശനും സ്വന്തം നിലപാടിൽ എങ്ങനെ സമർത്ഥമായി നടപ്പാക്കാം, ആ നിലപാട് എങ്ങനെ അണികളെ ബോധ്യപ്പെടുത്താം, ഒരു ഘട്ടത്തിൽ പോലും വഴങ്ങണം എന്നുള്ള മട്ടിലേക്കുള്ള സംസാരമായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ സ്വന്തം നിലപാടിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ എന്നാൽ സുധാകരനെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാതിലുള്ള വർത്തമാനം ചെയ്തു. ഇതിന്റെ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞ് സമർത്ഥമായ ഇടപെടൽ നടത്തിയ ഒരാൾ AK ആന്റണിയാണ് എന്നതുകൂടി ആലോചിക്കണം. ആന്റണിയുടെ ഇന്നത്തെ പ്രസ്താവന സുധാകരനെ ഒരു പരസ്യ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. ആന്റണിയെ പോലെ ഒരാൾ നേതാവ് വന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതിനെതിരെ സുധാകരൻ ഒരു നിലപാട് സ്വീകരിച്ചാൽ അണികളുടെ ഭാഗത്ത് നിന്ന് ആ പിന്തുണ കിട്ടില്ല. ഇതേ ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ സുധാകരനെ സമർത്ഥമായി പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കമാൻഡും AK ആന്റണിയും എല്ലാം ചേർന്ന് സമർത്ഥമായി, VD സതീശനും രമേശ് ചെന്നിത്തലയും ഇവരെല്ലാം ചേർന്ന് സമർത്ഥമായി സുധാകരനെ പൂട്ടുകയായിരുന്നു. സുധാകരനും അവിടെ സുധാകരൻ തിരിച്ചറിയുന്നു, ഇനി താനൊരു സ്റ്റെപ്പ് എടുത്താൽ അത് തന്റെ അപകടമാണ്. ആ അപകടം തിരിച്ചറിഞ്ഞ് സുധാകരനും പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. ഇനിയും വീണ്ടും കരുത്തനായി തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള അവസരം കൂടിയാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇതാണ് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു കാര്യമാണ് MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ആഗ്രഹം. അത് MP-മാരുടെ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള ആഗ്രഹം അത് 1-2 MP-മാരിൽ ഒതുങ്ങിയിരുന്നില്ല. 6-7 MP-മാർ ഇത്തരത്തിലുള്ള ആഗ്രഹവുമായി രംഗത്തെത്തിയതാണ്. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തോടുകൂടി ഈ ആഗ്രഹത്തിന് ശക്തി കൂടുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ സുധാകരനിലും അടൂർ പ്രകാശിലും എത്തി നിൽക്കുകയായിരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, അന്ന് തന്നെ പക്ഷേ ഈ ഒരു ആഗ്രഹത്തിന്റെ മുനയൊടിക്കുവാൻ തയ്യാറാകാതിരുന്നത് ഈ ചർച്ച ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ കാരണമായില്ല. പിന്നെ കോന്നിയിൽ അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ ജയസാധ്യതയില്ല, കണ്ണൂരിൽ സുധാകരൻ ഇല്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ട്. ഈ രീതിയിലുള്ള നറേറ്റീവ് വരുന്നതല്ലേ ഏറ്റവും ഇത്രയും സങ്കീർണതകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത്. മഞ്ജുഷേ, അത് ശരിയാണ്. അപ്പോഴേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒന്നിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ വരാറില്ലല്ലോ. ഇവരൊക്കെ രാജിവെച്ചിട്ട് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുമോ? കോന്നിയിലും കണ്ണൂരും ഒക്കെ മത്സരിക്കാൻ പോകുമോ? ഇതിനകത്ത് യാതൊരു ഇതുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ കയറി മത്സരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് നിയമസഭയിൽ വരുന്നു. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിന്. എന്നാൽ ഇപ്പോൾ ഭരണം കിട്ടും, മുഖ്യമന്ത്രി എല്ലാം സ്വപ്നം കാണാൻ നമ്മുടെ MP-മാർ. എന്നാൽ അത് സ്വന്തം പാർട്ടിയെ ദോഷകരമായിട്ട് ബാധിക്കും എന്ന സത്യം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് MP-മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നിലവാരത്തിലെത്തിയ, ഒരു ഔന്നത്യത്തിലെത്തിയ നേതാക്കളാണല്ലോ MP-മാരാവുന്നത് സാധാരണ. അങ്ങനെയുള്ളവർ ഇതുപോലെയുള്ള ചീപ്പ് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും മോശമാണ്. അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് ചേരുന്നതല്ല എന്നുള്ളതാണ് സത്യം. അതേതായാലും സംസ്ഥാന നേതൃത്വം തന്നെ അതിൽ ശക്തമായ നിലപാടെടുത്തു. ആ നിലപാട് വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് ഹൈക്കമാൻഡിന്റെ വകയായിട്ട് വന്നിരിക്കുന്നു എന്നതാണ് വ്യത്യാസം. ശരി, പട്ടിക എന്തായാലും നീണ്ടുപോയെങ്കിലും ഹൈക്കമാൻഡിന്റെ വിജയമായി തന്നെ ഇതിനെ കണക്കാക്കാം. ഇപ്പോൾ KV ബൈജു കൂടി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ബൈജു, അണികൾ പക്ഷേ നിരാശരായിരിക്കുമല്ലോ. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. ഈ KS ബ്രിഗേഡ് എന്നാണ് അറിയപ്പെടുന്നത് പോലും. അപ്പോൾ ഈ ബ്രിഗേഡിന് അസംതൃപ്തി ഉണ്ടാക്കുന്നതും നിരാശ ഉണ്ടാക്കുന്നതുമായ ഒരു തീരുമാനമാണല്ലോ സുധാകരൻ എടുത്തിരിക്കുന്നത്. എന്തായാലും പടക്കം പൊട്ടിച്ചായിരുന്നു രാവിലെ സുധാകരൻ മത്സരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് വന്നപ്പോൾ കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ അണികൾ അതിനെ വരവേറ്റത്. തീർച്ചയായും അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സുധാകരന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ വെച്ചായാലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലായാലും വലിയ തോതിൽ സുധാകരനെ അനുകൂലിച്ച് രംഗത്തെത്തിയവരാണ് അവർ.
പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനമായി സുധാകരൻ മടങ്ങുന്നതിന് മുമ്പ്, മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുമ്പ് മല്ലികാർജ്ജുന ഖാർഗെയുമായി ടെലിഫോൺ സംസാരിച്ചു, കാണാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം കർണാടകയിലാണ്, 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വരൂ, അതായത് തിങ്കളാഴ്ച മാത്രമേ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഉണ്ടാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ടെലിഫോൺ ബന്ധത്തിൽ പിന്നീട് എന്തൊക്കെ സംഭാഷണം ഉണ്ടായെന്ന് അറിയില്ല. അതിനുശേഷമാണ് സുധാകരൻ ഒരു നിലപാട് മാറ്റമുണ്ടായത്. സുധാകരൻ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യത്തിലെല്ലാം മലക്കം പറയുന്ന തരത്തിൽ വിശദീകരണം ഉണ്ടായത്. എന്തായാലും തിങ്കളാഴ്ച മാത്രമേ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള മറ്റ് ക്രമങ്ങൾ ഉണ്ടാകൂ. ഒരുപക്ഷെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പലവട്ടം ഇത്തരം നേരത്തെയും പല സംഭവങ്ങളിലും വാക്ക് മാറ്റിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പൂർണ്ണമായും കോൺഗ്രസിനെ ആശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതായാലും കൊച്ചിയിലേക്കാണ് സുധാകരൻ എത്തുന്നത്. ഇന്ന് രാത്രി കൊച്ചിയിൽ തങ്ങും. നാളെ ഉച്ചയോട് കൂടി മാത്രമേ സുധാകരൻ കണ്ണൂരിലേക്ക് എത്തൂ. അണികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വ്യക്തമായൊരു ഉത്തരം ഈ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു ഉത്തരം അവർക്കുണ്ടാകൂ. അവർ ഉച്ചയ്ക്ക് ആ രീതിയിൽ വിശ്വസിച്ചു, അത് വലിയ തോതിൽ വാർത്തയായി. ദില്ലിയിൽ നിന്നുള്ള വാർത്ത അവരെ ആശ്വസിപ്പിച്ചു. അവർ പടക്കം മുട്ടി ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വൈകിട്ട് ഏറെ വൈകും വരെ ഇപ്പോഴും DCC ഓഫീസിന് മുന്നിൽ സുധാകരൻ അനുകൂലികൾ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും ഇതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ കാര്യത്തിൽ സുധാകരൻ ഇനി കൂടുതൽ വിശദമായ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമോ? തൽക്കാലം ഈ കാര്യത്തിൽ ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനില്ല, പാർട്ടിക്ക് വഴങ്ങുമെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരണമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് സുധാകരൻ ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇനി അറിയാനുണ്ട്. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയുമായി അവസാനമായ ഒരു ടെലിഫോൺ കോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഫോൺ കോളിൽ ആണ് ഈ ഒരു മഞ്ഞുരുകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എന്താണ് സുധാകരന്റെ നീക്കം? ഈ പ്രചരണത്തിന് കണ്ണൂരിൽ സജീവമായി ഉണ്ടാകുമോ? അതല്ല സുധാകരന് മറ്റെന്തെങ്കിലും ഓഫറുകൾ നൽകിയിട്ടുണ്ടോ? ഇത്രയും ദിവസം ദില്ലിയിൽ തങ്ങി സുധാകരൻ ഇതിൽ സമ്മർദ്ദമുണ്ടാക്കിയിട്ടും കൈയും വീശി വരുന്ന ഒരു സുധാകരനെ ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒന്നുമില്ലാതെ അത് പ്രചരണത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രതികരണമൊക്കെയായി. ഏതായാലും സുധാകരൻ ഇനി തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ അടുത്ത നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പൂർണ്ണമായും VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഉൾപ്പെടെ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുമോ? അതാണ് ഇനി ഏറ്റവും കൂടുതൽ. എന്തായാലും മുറിവേറ്റ സിംഹമാണ് K സുധാകരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ TO മോഹനൻ അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. നേരത്തെ ഉച്ചയോടുകൂടി TO മോഹനെ അനുകൂലിക്കുന്നവരും സുധാകരനെ അനുകൂലിക്കുന്നവരും തമ്മിൽ ഒരു വാക്കുതർക്കം പോലും ഉണ്ടായതാണല്ലോ അല്ലേ? അതിനുശേഷം എന്തായിരുന്നു പിന്നീടുള്ള കാര്യങ്ങൾ? അതെ മഞ്ജുഷേ, അതായത് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് വലിയ തോതിലുള്ള, അതായത് ഏറ്റവും കൂടുതൽ TO മോഹനെ അനുകൂലിക്കുന്നവരാണ് സുധാകരന് സ്ഥാനാർത്ഥം നൽകരുത് എന്ന രീതിയിൽ മുന്നോട്ട് വാദവുമായി വന്നത്. അതിന് സുധാകരൻ അനുകൂലികൾ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വാക്ക് തർക്കമുണ്ടാവുകയും മാധ്യമപ്രവർത്തകർ അകത്തേക്ക് ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ തടയുകയും DCC ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആ യോഗം വൈകിട്ട് 4 മണിയോളം വരെ നീണ്ടു നിന്നു. അകത്ത് ഗ്ലാസ് അടച്ച മുറിയിലായിരുന്നു ഇവരുടെ മറ്റ് യോഗം. പിന്നെ തുടർ നടപടികൾ ഉണ്ടായത്. എന്തായാലും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ തോതിലുള്ള എതിർപ്പ് ആ ഒരു യോഗത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് അവിടെ നേരിട്ടുണ്ടായ ഒരാളിൽ നിന്ന് മനസ്സിലായത്. അതിനുശേഷം ഈ വാർത്ത പുറത്തേക്ക് വരാതിരിക്കാൻ കൃത്യമായി മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും DCC ഭാരവാഹികൾ ഉൾപ്പെടെ തടയുകയും പുറത്തേക്കാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി എന്താണ് ഈ സുധാകരൻ അനുകൂലികളുടെ അവരുടെ നീക്കം? അത് സുധാകരന്റെ പ്രതികരണം പോലെ ഇരിക്കും. നിലവിൽ അവർക്ക് സുധാകരന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം അവരുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്ത നീക്കം എന്താണെന്നാണ് ഏറ്റവും നിർണായകം. അത് മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ മുറിവേറ്റൊരു സിംഹമാണെന്ന് സുധാകരനെന്ന് ഓർക്കണം. കയ്യും വീശിയാണ് ഡൽഹിയിൽ നിന്നും മടങ്ങുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അവസാനമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടെങ്കിലും അതും നടന്നില്ല. 2 ദിവസം കഴിഞ്ഞ്, അതായത് തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ മല്ലികാർജ്ജുന ഖാർഗെ കർണാടകയിൽ നിന്നും ദില്ലിയിലേക്ക് എത്തൂ. അപ്പോൾ വേണമെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ജേക്കബ് ജോർജ്. അല്ല, ഞാൻ നമുക്ക് അത് അവസാനിപ്പിക്കല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ കയ്യും വീശി സുധാകരൻ മടങ്ങി വരും എന്ന് വിചാരിക്കണ്ട. നമുക്കൊക്കെ നമ്മളിൽ പലർക്കും സുധാകരനെ വർഷങ്ങളായിട്ടറിയാം. K സുധാകരൻ അങ്ങനെ കയ്യും വീശി ആയിരിക്കില്ല വരുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിൽ നാളെ നമുക്ക് കാണുകയും ചെയ്യാം. എന്തായിരിക്കും അത്? അയ്യോ നമ്മളൊന്നും പറയുകയില്ല. കയ്യും വീശി ആയിരിക്കത്തില്ല സുധാകരൻ വരിക. ഈ സുധാകരൻ ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറയുമോ എന്നുള്ള സന്ദേഹം താങ്കൾക്കുണ്ടോ? എനിക്ക് അങ്ങനത്തെ സന്ദേഹമൊന്നുമില്ല. കാരണം ഇദ്ദേഹം ലോകം സാക്ഷിയായി ലോക മലയാളികളുടെ മുമ്പിലാണ് അദ്ദേഹം ഇന്ന് ഇത്രയും കുട്ടി സ്വന്തം ശബ്ദത്തിൽ സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അത് മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഖാർഗെയുമായിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹത്തിന് വലിയ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം വലുതായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് കൈ നിറച്ച് തന്നെയായിരിക്കും അദ്ദേഹം വരിക.
ശരി, ഇതാണ് ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത്. കെ സുധാകരൻ ഇന്ന് തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. നേരത്തെ ഇന്ന് രാത്രി കൂടി അവിടെ തങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചതാണ്. പക്ഷേ തീരുമാനങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് അനുകൂലമായി വന്നില്ല. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല. ടി.ഒ. മോഹനായിരിക്കും കണ്ണൂരിൽ കോൺഗ്രസിനായി മത്സരിക്കുക. ഈ തീരുമാനം വന്നതോടുകൂടിയാണ് കെ സുധാകരൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ അണികൾ വഴി അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിയത്. പക്ഷേ അത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുവാൻ എന്തായാലുമില്ല. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കാം. പാർട്ടി വിട്ടുള്ള ഒന്നിനും താനില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുകയായിരുന്നു. അതിനു മുൻപാണ് മല്ലികാർജ്ജുൻ ഖർഗെയുമായി അദ്ദേഹത്തിന് ഫോണിൽ സംസാരിക്കുവാൻ അവസരം കിട്ടിയത്. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചതും. പാർട്ടി വിട്ടുള്ള ഒന്നിനും താൻ ഉണ്ടാവുകയില്ല, തനിക്ക് അണികൾ ഉണ്ട്, പക്ഷേ അവരൊന്നും മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയുള്ള അണികളാണ് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് കെ സുധാകരൻ ഇക്കാര്യത്തിൽ വഴങ്ങി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പം തന്നെ കെ സുധാകരൻ നിൽക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണെങ്കിലും ഹൈക്കമാൻഡിന്റെ ഒരു വിജയം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കിരൺ ബാബു ചേരുന്നു. കിരൺ, പട്ടിക ഇന്ന് തന്നെ വരുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ, അങ്ങനെ തന്നെയല്ലേ? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇക്കാര്യത്തിലൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ പട്ടിക വരും എന്നത് ഉറപ്പാണ്. ഇനി കോൺഗ്രസ് ഇത്രയും നേരം നമ്മൾ തന്നെ പല നേതാക്കളുമായി പലതവണ സംസാരിച്ചാണ്. മറ്റ് മണ്ഡലങ്ങളിലൊന്നും അങ്ങനെ വലിയ തർക്കങ്ങൾ ഒന്നുമില്ല. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ വിജയം സംബന്ധിച്ച് കോൺഗ്രസ് നേരത്തെ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ അവസാന നിമിഷം അനിൽ അക്കരയുടെ പേര് പുതുതായി ഉൾപ്പെടുത്താനുള്ള ആലോചന ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ചില ആലോചനകൾ, അക്കാര്യത്തിലൊന്നും ഇനി നേതാക്കൾ ആരെങ്കിലും ഒരു വാശി പിടിക്കാനോ ഒന്നും നിൽക്കില്ല. കാരണം അവർക്ക് പ്രധാനപ്പെട്ട വേണ്ട സീറ്റുകളിലൊക്കെ തീരുമാനത്തിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവസാന തീരുമാനമെടുക്കുന്ന അംഗീകരിക്കാവുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു വാശിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പട്ടിക പുറത്തു വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കോൺഗ്രസ് ഇനിയിപ്പോൾ നാളെ മുതൽ തന്നെ എങ്ങനെയാണോ CPM-ഉം BJP-യും ഒക്കെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്, അതേ ആവേശത്തിൽ തന്നെ കോൺഗ്രസും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, ഇപ്പോഴും കോൺഗ്രസിന് പട്ടിക വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കെ സുധാകരൻ എങ്ങനെ വഴങ്ങി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമാവാത്ത കെ സുധാകരനും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ സംസാരിച്ചതിൽ ഉണ്ടായ ഏതെങ്കിലും ചില കരാറുകളോ അല്ലെങ്കിൽ ചില വ്യവസ്ഥകളോ ചില ഉറപ്പുകളോ ഒക്കെ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്, അത് എന്താണ് എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ട ഒന്നാണ്. ആ രണ്ട് നേതാക്കൾ തമ്മിൽ സംസാരിച്ചൊക്കെയാണ് എല്ലാ കാര്യങ്ങളും അണികളോട് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പക്കാരോട് പറയുന്ന ആളാണ് സുധാകരൻ എന്നൊക്കെ പറയുമ്പോഴും പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്ന ആൾ എന്നത് നമുക്ക് കാണാൻ കഴിയും. നേതാക്കളെല്ലാം അങ്ങനെയാണ്. പലപ്പോഴും അവർക്ക് ചിലപ്പോൾ വൻ വിജയങ്ങൾ വരുന്ന ഘട്ടത്തിൽ അവർ വല്ലാതെ വിജയം പുറത്തു കാണിക്കാതെ നിൽക്കുന്ന, പരാജയഭാവത്തിലൊക്കെ നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. എന്തായാലും തൽക്കാലം അദ്ദേഹത്തിന് മുഖം രക്ഷിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് കെ സുധാകരനും. ആ തരത്തിൽ കെ സുധാകരനും ചില ഉറപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. മറ്റു നേതാക്കൾക്ക് ചിലപ്പോൾ 1-2 നേതാക്കൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവില്ല. എന്തായാലും അങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഒരാളെ അപമാനിച്ച് പുറത്തുവിടുക അതൊരു കോൺഗ്രസിന്റെ രീതിയല്ല. കോൺഗ്രസ് ആ സമയത്തൊക്കെ പിന്നീട് ഈ ഉറപ്പുകളൊക്കെ പാലിച്ചോ ഇല്ലയോ എന്നൊക്കെ മറ്റു കാര്യം. പക്ഷേ ആ സമയത്ത് ചില ഉറപ്പുകളൊക്കെ നൽകി അവരെ ഒപ്പം നിർത്തുക, അതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്ഥിരമായി സ്വീകരിക്കുന്ന ഒരു നിലപാട്. ആ നിലപാടിൽ എന്തായാലും ഇത്തവണ കേരളത്തിൽ അത് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുധാകരന്റെ ദൗർബല്യവും സുധാകരന്റെ ശക്തിയും കോൺഗ്രസിന് അറിയാവുന്നതുപോലെ തന്നെ സുധാകരനും തിരിച്ചറിയാം എന്നുള്ളതാണ് ഇതിൽ കൃത്യമായ ഒരു വിജയത്തിലെത്തിക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോ നേതാക്കൾക്കോ ഒന്നുമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകരാണ്. ആ പ്രവർത്തകർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ തലയിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം, അവർക്കുണ്ടായിരുന്ന ഒരു വലിയ വിഷമം, അവരുടെ നിരാശ, ആ നിരാശ മാറി അവർ വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. ഇലക്ഷനാണ്. ഇലക്ഷൻ എപ്പോഴും ഒരു ദിവസം കഴിയുന്നത് 2 ദിവസം കഴിഞ്ഞ് നീണ്ടുപോകുന്നു എന്നുള്ളത് പലപ്പോഴും മറ്റുള്ളവർക്ക് നമുക്ക് വലിയൊരു ചർച്ചയെടുക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പലപ്പോഴും അതിനെ അങ്ങനെ ഒരു ആ ഗൗരവത്തിലൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ദോഷവും അവർക്കുണ്ടായിട്ടുണ്ട്, ഗുണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്നാണ് സ്ഥാനാർത്ഥികളെ പകുതി പേരെയോളം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട്, പക്ഷേ അവിടെ വിജയിച്ച കഥയും പരാജയപ്പെട്ട കഥയും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അതിനെ ഇപ്പോഴും അങ്ങനെയൊന്നും ആ തരത്തിലേക്ക് ഒരു ദിവസം താമസിച്ച് സ്ഥാനാർത്ഥി പട്ടിക വന്നു എന്നതുകൊണ്ട് പരാജയപ്പെടും എന്നൊന്നും കാണുന്നില്ല. ഇനി സുധാകരന് മറ്റു ഉത്തരവാദിത്തം കൂടി വലുതായി വരുന്നുണ്ട്. കാരണം കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ സുധാകരൻ പരാജയം UDF ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ നേതാക്കളും ആദ്യം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് സുധാകരനെയാവും. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ മൊമെന്റം ഇല്ലാതാക്കിയ സുധാകരനാണ്. സുധാകരൻ എന്ന വ്യക്തിയാണ്. സുധാകരൻ അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വിജയിപ്പിക്കണം. ഈ ഒരു അപശബ്ദം പോലും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഇനി പാർട്ടി ഈ തരത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവരുത്. അത് വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി സുധാകരന് വന്നു ചേരുന്നു എന്നതുകൂടി ഇതിലൊരു പ്രത്യേകതയായിട്ടുണ്ട്.
ശരി, കിരൺ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരന്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ പകൽ സമയത്ത് പല വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ നേതാക്കൾ പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനം വന്നു കഴിഞ്ഞാലേ അതിൽ അത്തരം ചില മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയായിരുന്നില്ലേ കിരൺ? ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ്, ഞങ്ങൾ ഭരിക്കുമെന്ന് വിമാനത്താവളത്തിൽ അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എതിർപ്പുകൾ മാറ്റിവെച്ച് പാർട്ടിക്കൊപ്പം നിലപാട് പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയായിരിക്കും അദ്ദേഹം കൊച്ചിയിലെത്തുക. അതുകൊണ്ട് തന്നെ ഇനി നാളെ അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കാൻ സമയമുള്ളൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അദ്ദേഹം വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. കോൺഗ്രസ് ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്ന് അതുകൂടി പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ അതേ ഉത്തരവാദിത്തം തന്നെ. അതായത് പാർട്ടിയോട് ഞാൻ ചേർന്ന് തന്നെ നിൽക്കുന്നു എന്നുള്ള സൂചന അദ്ദേഹം പല ഘട്ടങ്ങളിലായി നൽകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ കിരൺ? അതെ, പാർട്ടിയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ചേർന്ന് നിൽക്കാൻ എന്നുള്ളത് കൃത്യമായി അദ്ദേഹം തുറന്നു വന്ന് പറയുന്നു. ഇതുവരെയും നമ്മൾ ആലോചിക്കണം, അണികൾ വഴി അദ്ദേഹം പുറത്തേക്ക് വിട്ട ചില സൂചനകളാണ് ഇതെല്ലാം. താൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു, അങ്ങനെയാണെങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കും, താൻ 10-15 സീറ്റുകളിലേക്ക് ആളുകളെ മത്സരിപ്പിക്കും, പാർട്ടിയെ വിട്ട് പുറത്ത് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി പോയി നിൽക്കും, BJP പിന്തുണ സ്വീകരിച്ചാലും ആ പിന്തുണയൊക്കെ നൽകിയാൽ അവർ നൽകിക്കോട്ടെ എന്നുള്ള നിലപാടൊക്കെ ഇതൊക്കെ അദ്ദേഹം വളരെ സമർത്ഥമായി എങ്ങനെ ഇവരെ സമ്മർദ്ദത്തിലാക്കാം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇതൊക്കെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വരി കൊണ്ട് പോലും കെ സുധാകരൻ ഇതിനൊന്നും ശരിവെച്ചിട്ടില്ല, എവിടെയും ശരിവെച്ചിട്ടില്ല. അദ്ദേഹത്തിന് അണികൾക്ക് അങ്ങനെ സന്ദേശം കൊടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ അണികളുടെ ഭാഗത്ത് നിന്ന് ഇത് ചോർന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങളിലേക്ക് എത്തുമെന്നും മാധ്യമങ്ങൾ ഇത്തരം വാർത്ത വരുമെന്നൊക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ അദ്ദേഹം നൽകിയത്. നമുക്ക് സമാനമായി ഓർക്കാവുന്ന ഒരു ഘട്ടം VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെട്ടപ്പോഴുള്ള ഘട്ടമാണ്. VSന് വേണ്ടി മുറവിളി കൂട്ടി വലിയൊരു അണികൾ കേരളമാകെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. പക്ഷേ അവിടെ ഒരു വരി കൊണ്ട് പോലും അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടോ അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാടോ VS സ്വീകരിക്കുന്നില്ല. തന്ത്രപരമായി എങ്ങനെയാണോ തനിക്ക് അനുകൂലമായ ഒരു വിഷയത്തെ കൊണ്ടുവരുന്നത്, അന്ന് VSന് സ്ഥാനാർത്ഥം കിട്ടി എന്നുള്ളത് മറ്റൊരു വിഷയം. അതേപോലെ തന്നെ മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ കെ സുധാകരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കെ സുധാകരൻ ആത്യന്തികമായി സ്ഥാനാർത്ഥം ലഭിച്ചില്ല. കെ സുധാകരനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥം ലഭിച്ചില്ലെങ്കിൽ പോലും താൻ കുഴിച്ച അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയ ഒരു കെണിയിൽ നിന്ന് സമർത്ഥമായി പുറത്തു വരാനും അത് വിജയുടെ ഭാവത്തിൽ തന്നെ പുറത്തു വരാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കും, ഞങ്ങൾ ഭരിക്കും എന്നൊക്കെ പറയുമ്പോൾ അണികൾക്ക് സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ മാറി അദ്ദേഹത്തിനെ വീണ്ടും അണിനിരക്കുകയാണ്. നാളെ മുതൽ അദ്ദേഹം ഇറങ്ങി ഇടതുമുന്നണിക്കെതിരെ, ഇനി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇടതുമുന്നണിക്കെതിരായ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളതാണ്. പഴയ ശക്തിയിൽ തന്നെ അദ്ദേഹം ഇടതുമുന്നണി, ഇനിയിപ്പോൾ തന്റെ പിണക്കം മാറി താൻ കോൺഗ്രസിനൊപ്പമാണെന്ന് തെളിയിച്ചു, കോൺഗ്രസിന്റെ വിജയത്തിനുണ്ട് എന്ന് പറഞ്ഞ് ഇനി അടുത്ത ഘട്ടം ഇടതുമുന്നണി ആക്രമിക്കുക എന്നുള്ളതാണ്. നാളെ രാവിലെ നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇടതുമുന്നണിയെ കടന്നാക്രമിച്ചുകൊണ്ടാവും അദ്ദേഹം രംഗത്ത് വരാൻ പോകുന്നത്. BJP അടക്കം കടന്നാക്രമിച്ചുകൊണ്ടാവും അദ്ദേഹം രംഗത്ത് വരാൻ പോകുന്നത്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആകെ ഇപ്പോഴും നേതാക്കൾക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ടുള്ളത് കെ സുധാകരന്റെ പ്രായം എന്നുള്ളത് മാത്രമാണ്. 79 വയസ്സായ ഒരു മനുഷ്യനാണ്. പ്രായത്തിൻ്റെതായ ഏത് നേതാക്കൾക്കും ഉണ്ടാകാവുന്ന വൈകാരികതകളൊക്കെ കെ സുധാകരനും ഉണ്ടാകാം. അതിനെ മറ്റാരെങ്കിലും ചൂഷണം ചെയ്യുമ്പോൾ ആ തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഭയം മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഇന്നത്തെ കൊണ്ട് വ്യക്തമാണ്. അല്ലെങ്കിൽ സുഗമമായി തന്നെ ഈ കെ സുധാകരൻ്റെ അധ്യായം, ഏതെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ അധ്യായം സമർത്ഥമായി തന്നെ അവസാനിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ശരി, ജേക്കബ് ജോർജ്, കിരൺ പറഞ്ഞതുപോലെ ഈ അണികളെ ആവേശത്തിലാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ നറേഷൻ പോലും വന്നത്, ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം, അല്ലേ? അതെ അതെ, അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞ കാര്യമല്ല അത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് ഒരു ശ്രമം നടത്തുക, ആ ശ്രമം എവിടം വരെ പോകും എന്ന് നോക്കിക്കാണുക, അതനുസരിച്ച് അടുത്ത നിലപാട് എടുക്കുക, ആ നിലപാടിൻ്റെ അനന്തര ഗുണങ്ങൾ എന്താണെന്ന് അസസ് ചെയ്യുക നേരത്തെ മനസ്സിൽ. അങ്ങനെ വലിയ കണക്കുകളും കണക്കുകൂട്ടലുകളും ഒക്കെ നടത്തിയാണ് അദ്ദേഹം ഒരു വശത്ത് നിന്ന് അങ്ങ് എക്സ്ട്രീം ലെവലിലേക്ക് പോയി. ഞാൻ പാർട്ടി വിടും, എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, വേറെ പാർട്ടി ഉണ്ടാക്കി 19 പേരെ സ്ഥാനാർത്ഥികളുമാക്കും. അതിന് മാത്രമുള്ള ആൾക്കാരൊന്നും കൂടെയില്ല കേട്ടോ. 15 പേരെ 15 മണ്ഡലങ്ങൾ വേണമല്ലോ. അതിന് മാത്രം അദ്ദേഹം പറഞ്ഞ കാര്യമല്ല കേട്ടോ അതൊന്നും. അല്ല, ആ സന്ദേശം അദ്ദേഹം കൊടുത്തതാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും മെനഞ്ഞെടുത്തതാണെങ്കിലോ ആ സന്ദേശത്തിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും പോലെ അങ്ങനെയൊക്കെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തെ
തടസ്സപ്പെടുത്താൻ ഒരു ശക്തി ശ്രമിച്ചാൽ, ഏതെങ്കിലും ശക്തികൾ ശ്രമിച്ചാൽ എതിരെയും ഒരു സമ്മർദ്ദം ഉണ്ടാവും. അത് ഏത് സമ്മർദ്ദമാണ് പിന്നീട് വിജയിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നെങ്കിൽ ഈ ചരിത്രത്തിൻ്റെ പോക്ക് വേറൊരു വഴിക്കാകുമായിരുന്നു. അത് നമ്മളൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു മനക്കണക്ക് അദ്ദേഹം കൂട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു വഴിക്ക് പോകുമായിരുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു. ഇനി ഇപ്പോൾ സുധാകരന് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന വഴിയുടെ വലിയ ശക്തി അദ്ദേഹത്തിന് ഇന്ന് രാത്രി കൊണ്ടും നാളെ രാവിലെ കൊണ്ടും മനസ്സിലാവും. മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഒരു ശക്തി, പറഞ്ഞ വാക്കുകളുടെ ഒരു കാലിക പ്രസക്തി, ഇതെല്ലാം നാളെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമാവും. ആ ഒരു ശക്തി അദ്ദേഹത്തിന് മനസ്സിലാവും. തീർച്ചയായിട്ടും ഏതാണ് നല്ലതെന്ന് അപ്പോഴും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി വിലയിരുത്താം. എനിക്ക് തോന്നുന്നു ഒരു സാധാരണ നോർമൽ ഹ്യൂമൻ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് കെ സുധാകരൻ മനസ്സിലാക്കുക, തൻ്റെ ഇപ്പോഴത്തെ ശക്തിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വിലപ്പെട്ടത്, കാലഘട്ടത്തിന് അനുയോജ്യമായത് അത് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹം കടക്കും. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അതെ അതെ. കിരൺ നേരത്തെ സൂചിപ്പിക്കാൻ തുടങ്ങിയതുപോലെ ഇനി തർക്കമുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും അവസാന നിമിഷത്തിൽ? ഇപ്പോൾ എൽദോസിന്റെ കാര്യം പറഞ്ഞു, ദീപ്തിയുടെ കാര്യം പറഞ്ഞു, വാഴയ്ക്കന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ പരിഹരിച്ച് കാണുമല്ലോ അല്ലേ? പക്ഷെ പട്ടിക വൈകുകയാണ്. ആസാം പട്ടിക പുറത്തു വന്നിട്ട് 40 മിനിറ്റായി. പക്ഷേ കേരളത്തിലെ അവസാന പട്ടിക വരുന്നില്ല. മഞ്ജുഷ, പട്ടിക എപ്പോൾ വരുമെന്നത് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും പട്ടികയ്ക്ക് ഇനി കാര്യമായ തടസ്സമില്ല എന്നത് വ്യക്തമാണ്. മിക്കവാറും ഇന്നത്തെ ദിവസം തന്നെ പട്ടിക വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ കാലത്തും പട്ടിക വരുന്നതൊക്കെ അങ്ങനെയാണ്. കഴിഞ്ഞ തവണ തന്നെ ഈ പട്ടിക തയ്യാറാക്കി വരുമ്പോൾ ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് നിന്ന് അതുവരെ ചർച്ചയിൽ പൂർത്തിയായ മണ്ഡലങ്ങൾ വെച്ച് 55 പേരുടെ പട്ടിക പുറത്തിറക്കുന്നത്. ആ സമയത്തും ഈ ബാക്കി മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുവരെ എവിടെ വരെ പൂർത്തിയാക്കി? അത് 55 മണ്ഡലങ്ങളാണ്. ആ 55 മണ്ഡലങ്ങളുടെ പട്ടിക അവർ പുറത്തിറക്കി. ഈ കോൺഗ്രസ് അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇനി ഒരിക്കൽ പരിഹരിച്ച വിഷയം പിന്നീട് വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ വന്നു, അവിടുത്തെ പ്രശ്നത്തിന് വേണ്ടി വീണ്ടും അഴിച്ചു പണിയരുത്, അതിനുവേണ്ടി അതങ്ങ് തീർത്ത് പോവുക, അങ്ങനെയുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ഏതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ കാര്യമായ തർക്കങ്ങൾ ഇല്ല. ഇന്ന ആൾ തന്നെ മത്സരിക്കേണ്ട എന്നുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇവരുടെ മുന്നിലുണ്ടായിരുന്ന വലിയ പ്രശ്നം കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു നേതാവ് അത് കെ സുധാകരനാണ്. അടൂർ പ്രകാശ് എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കത്തിലേക്ക് അടൂർ പ്രകാശ് പോകില്ല എന്നത് നേതാക്കൾക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ആ രീതിയിൽ പരിഹരിച്ചു. അതിനപ്പുറത്തേക്ക് കെ സുധാകരനെ മറ്റൊരു രീതിയിൽ പരിഹരിച്ചു. ഇനിയിപ്പോൾ ഏതു സമയത്തും ആ പട്ടിക പുറത്തു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പട്ടിക പുറത്തു വന്നില്ലെങ്കിലും മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും വരാനുള്ള നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളിലെ പല സ്ഥലത്തും അവരൊക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളുടെ സ്വീകരണം തുടങ്ങി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി പട്ടിക പുറത്തു വരിക എന്നുള്ള ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമാണ്. അങ്ങനെ അറിയേണ്ട ചില മണ്ഡലങ്ങൾ കൂടി ഇനി ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. അത്തരം ചില മണ്ഡലങ്ങളിലെ പട്ടികയായിരിക്കും നമുക്ക് അതിൽ കൂടെ അറിയാൻ കഴിയുക. എന്തായാലും ഇന്ന് രാത്രി തന്നെ പട്ടിക ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നാളെ രാവിലെയും ഇന്ന് രാത്രി തയ്യാറാക്കി വെച്ചേക്കുന്ന പട്ടിക തന്നെ ഇന്ന് രാത്രിയിൽ ഇറക്കാതെ നാളെ രാവിലെ ഇറക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രീതി കോൺഗ്രസ് ഹൈക്കമാൻഡിന് പലപ്പോഴും ഉണ്ട്. അവരങ്ങനെയൊക്കെ തീരുമാനിക്കുക. അല്ലാതെ സുധാകരൻ പറഞ്ഞതിന് കാത്തിരുന്നൊന്നുമല്ല ഞങ്ങൾ പട്ടിക. സുധാകരൻ പറഞ്ഞു തൊട്ട് പിന്നാലെ പട്ടിക ഇറക്കുന്നു. സുധാകരന് വേണ്ടി വെയിറ്റ് ചെയ്തതൊന്നുമല്ല. സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഞങ്ങൾ സാവധാനം വേറെ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. നാളെ രാവിലെ പട്ടിക ഇറക്കി എന്നൊക്കെ വരാം. അതിലൊന്നും നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അതിന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നമ്മൾ പലപ്പോഴും കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ആ നേതാക്കളെ തന്നെ റിപ്പോർട്ടർമാരെ കൊണ്ടു നിർത്തിയാൽ പോലും ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പ്രശ്നം പരിഹരിക്കുമെന്നും പറയാൻ കഴിയില്ല. അതിന് ചില താമസം ഉണ്ടാവും. ചിലപ്പോൾ വീണ്ടും അഴിച്ചു തീരുമാനത്തിലേക്ക് പോകും. അവസാന നിമിഷം ഏറ്റവും അവസാനം തന്നെ തിരുത്തലുകൾ വരുത്തി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയ എല്ലാ ചർച്ചയും കഴിഞ്ഞ് സ്ഥാനാർത്ഥി ലിസ്റ്റ് മുൻകാലങ്ങളിൽ സോണിയാഗാന്ധിയുടെ ഒപ്പിടാൻ വേണ്ടി സ്ഥാനാർത്ഥി ലിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഖർഗയുടെ ഒപ്പിടാൻ അയക്കുന്നതിന് തൊട്ട് മുമ്പ് പത്രങ്ങൾക്ക് നൽകുന്നതിന് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇപ്പോൾ നൽകുന്നത്. അതിനു മുമ്പ് ഇതിന് അന്തിമ അംഗീകാരം നൽകി ഒപ്പിടേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റാണ് എല്ലാ കാലത്തും. ആ കോൺഗ്രസ് പ്രസിഡന്റ് ഒപ്പിടാൻ പോകുന്ന ആ സമയത്ത് പോലും പട്ടികയിൽ ചില തിരുത്തലുകൾ വരുത്തുക രീതിയൊക്കെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ തിരുത്തലുകളൊന്നും ഇനി വന്നാലും അത് കാര്യമായ ഒരു തിരുത്തലുകളോ ഒരു വലിയ സർപ്രൈസുകളോ ഒന്നുമല്ല. അത് ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പട്ടിക എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കേരളം നാളെ മുതൽ തന്നെ അങ്ങനെ സ്ഥാനാർത്ഥികളെ വ്യക്തമായിക്കൊണ്ട് അത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശരി, ഏറ്റവും ഒടുവിൽ ഈ സുധാകരൻ്റെ ഈ പ്രശ്നമുള്ള സമയത്തും തർക്കമുണ്ടായിരുന്ന മറ്റു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്
ജോസഫ് വാഴയ്ക്കിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോലും തയ്യാറാണ് എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഏറ്റുമാനൂരിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മാത്രം പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ആ പേര് വെട്ടി എന്നുള്ളതാണ്. അവിടെ നാട്ടകം സുരേഷിൻ്റെ പേരാണ് അവസാന പട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജോസഫ് വാഴയ്ക്കിന് സീറ്റ് ഇല്ലാതായി. കാഞ്ഞിരപ്പള്ളിയിൽ പ്രൊഫസർ റോണി കെ ബേബിയുടെ പേരാണ് ഉള്ളത്. അപ്പോൾ ജോസഫ് വാഴയ്ക്കൻ പറയുന്നത് അദ്ദേഹത്തിന് പഴയ മൂവാറ്റുപുഴ സീറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കിട്ടാതിരുന്ന സീറ്റാണ് മൂവാറ്റുപുഴ. അവിടെ അദ്ദേഹത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് പക്ഷേ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അതാണ്. അത് സമ്മർദ്ദത്തിലാക്കുവാനുള്ള ശ്രമമായിരിക്കും. അതുപോലെ കൊച്ചിയിൽ അവിടെ ഷിയാസിന്റെ പേരാണുള്ളത്. ദീപ്തി മേരി വർഗീസ് പക്ഷേ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ ഇല്ലേ കിരൺ? അത് പരിഹരിക്കുകയും ബുദ്ധിമുട്ടാണല്ലോ. മഞ്ജുഷ, നമ്മൾ കണ്ടു ഈ കെ സുധാകരന് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ അത് ജോസഫ് വാഴയ്ക്കിന് കഴിയുമെന്നോ ദീപ്തി മേരി വർഗീസിന് കഴിയുമെന്നോ ഒന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ജോസഫ് വാഴയ്ക്കിനെ സംബന്ധിച്ചാണെങ്കിലും ഇനിയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമയമുണ്ട്. അദ്ദേഹത്തിന് അവസരം ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത നേതാവ്. അദ്ദേഹത്തിന് ഒരു സീറ്റ് ഇത്തവണ എന്തായാലും ഉണ്ടാവും. പല സീറ്റുകൾ മാറി മാറി അടക്കം അദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ ചർച്ചയായി. എന്തായാലും അവസാന നിമിഷം വരെയും അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നാണ് പുറത്തു വന്ന എല്ലാ സൂചനകളും. ദീപ്തി മേരി വർഗീസ് ആയാലും അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്കൊന്നും സ്വാഭാവികമാണ്. ദീർഘകാലമായി നിൽക്കുന്നു. മേയർ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെ മേയർ സ്ഥാനം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു MLA സ്ഥാനത്തേക്ക് അവർക്ക് മത്സരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്പോഴും അവരായാലും അങ്ങനെ ഒരു മറിച്ചൊരു നിലപാടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണി മാറാനോ അങ്ങനെ ഒരു നിലപാടൊന്നും രാഷ്ട്രീയമായി ദീർഘവീക്ഷണമുള്ള നേതാക്കളൊക്കെ തന്നെയാണ്. കാരണം ഈ ജോസഫ് വാഴയ്ക്കനായാലും ദീപ്തി മേരി വർഗീസ് ആയാലും നന്നേ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിൻ്റെ ഉയർച്ച താഴ്ചകളും അതില്ലാത്ത കളികളും ഒക്കെ അന്തർനാടകങ്ങളും ഒക്കെ കണ്ട് ശീലിച്ച ആളുകളാണ്. അവരുടെ ഒരു ബേസിക് അസ്തിത്വം തന്നെ ഈ പാർട്ടിയുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ഇനി അതല്ല മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇനിയിപ്പോൾ ഇടതുമുന്നണിയിലും വഴിയില്ല. കാരണം ഇടതുമുന്നണി ഓൾറെഡി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ പ്രചരണവുമായി മുന്നോക്കം പോയി കഴിഞ്ഞു. ഈ കോൺഗ്രസ് പലപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഈ അവസാന നിമിഷം വരെ വൈകിപ്പിക്കാനും ഒരു കാരണം ഇതാണ്. മറ്റ് മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കട്ടെ, അവരൊക്കെ കളത്തിലിറങ്ങട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവർ തട്ടിക്കൊണ്ടു പോകുന്ന നേതാക്കളെ കിട്ടാത്തവരെ തട്ടിക്കൊണ്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. അതിനുവേണ്ടി അവസാന നിമിഷം വരെ വൈകിക്കുക. അങ്ങനെ കെ സുധാകരൻ്റെ കാര്യത്തിലടക്കം അതാണ് ചെയ്യുന്നത്. വൈകിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രചരണത്തിനിറങ്ങി അവർ ഒരു വഴിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു അവസരമില്ല. ഇവർക്ക് ഈ പാർട്ടിയിൽ തന്നെ നിൽക്കേണ്ടി വരും. ഈ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ അവർക്ക് ഉള്ളിൽ എത്ര അസന്തുഷ്ടി ഉണ്ടെങ്കിലും അതൊക്കെ പുറമേക്ക് കാണിക്കാതെ തങ്ങളുടെ അസന്തുഷ്ടി തങ്ങൾക്കില്ല, തങ്ങൾ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ സാധാരണ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ട അവസ്ഥയൊക്കെ ഈ നേതാക്കൾ. ശരി കിരൺ, എന്തായാലും ഏത് സമയവും കോൺഗ്രസിന്റെ അവസാനഘട്ട പട്ടിക പ്രതീക്ഷിക്കുകയാണ്. മിക്കവാറും എല്ലാ സീറ്റുകളിലും ബാക്കിയുള്ള 40 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇനി തർക്കമണ്ഡലങ്ങൾ ഒഴിച്ചിട്ടു എന്നുള്ള ന്യായീകരണം പറയുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അത്രയ്ക്കും വൈകിക്കഴിഞ്ഞു. നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പട്ടിക വൈകിയത് കോൺഗ്രസിന് തിരിച്ചടിയാണോ? തിരിച്ചടിയാണെന്ന് 61% പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. തിരിച്ചടി അല്ലെന്ന് 37%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.